ലോകമെമ്പാടുമുള്ള മലയാളികൾ കലാഭവനെക്കുറിച്ച് പറയുമ്പോഴും കലാഭവൻ്റെ പ്രോഗ്രാമിനെക്കുറിച്ച് പറയുമ്പോഴും എപ്പോഴും ഓർത്തു പറയുന്ന ഒരു പേരുണ്ട്. കലാഭവൻ്റെ ശില്പിയായ ഫാദർ ആബേൽ, ഞങ്ങളുടെയൊക്കെ സ്വന്തം ആബേലച്ചൻ. ആബേലച്ചനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷെ അച്ഛനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാൻ ആദ്യം തോന്നുന്നത്, ഏതൊരു കലാകാരനും ഒരു തുടക്കം കുറിക്കാൻ ഇത്രയും ഐശ്വര്യമുള്ള ഒരു മണ്ണ് ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന ആ കലാഭവനെ പോലെ മറ്റൊന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആബേലച്ചനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് സാധാരണക്കാർപ്പെട്ട ആൾക്കാർ പറയുന്നത്, ആബേലച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എഴുതിയ ആളാണ്, അല്ലെങ്കിൽ സുറിയാനി ഭാഷയിലുള്ള കുർബാന മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ആളാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഗാനമേള ട്രൂപ്പ് തുടങ്ങിയത് അച്ഛനാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായി മിമിക്സ് പരേഡ് ട്രൂപ്പ് തുടങ്ങിയത് ആബേലച്ചനാണ്. എന്നാൽ ഇതിലെല്ലാം ഉപരിയായി ആബേലച്ചന് മറ്റൊരു മുഖമുണ്ട്. എപ്പോഴും നർമ്മം പറയുന്ന, കൂടെയുള്ള കലാകാരന്മാരെ എപ്പോഴും ചിരിപ്പിച്ചുകൊണ്ട് അനുഭവ കഥകൾ പറയുന്ന ആബേലച്ചൻ്റെ രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവ കഥകൾ പങ്കിടാൻ വേണ്ടിയാണ് ഇന്ന് കലാഭവനിലെ കുടുംബാംഗങ്ങളായി ഞങ്ങളെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ നല്ല ക്രിസ്തുമസ് ദിനത്തിൽ, ഇന്നത്തെ ഈ ദിനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് നമുക്ക് പ്രേക്ഷകർക്ക് പറയാം, അല്ലെ? ഒരുമിച്ച് പറയാം. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഒരുപാട് താരങ്ങളുണ്ട് കലാഭവനിലെ, എല്ലാ പ്രിയപ്പെട്ട താരങ്ങളുണ്ട്. അൻസാറൊക്കെ ഉണ്ട്, ജാഫറൊക്കെ ഉണ്ട്, തെസ്നിഖാൻ, സിനാജ്, അതുപോലെ സായൻ ചേട്ടൻ, ജോഷി, വിശ്വൻ, ജയകുമാർ ഒറ്റത്ത്, ഇവിടെ പ്രസാദ് ചേട്ടൻ, റഹ്മാനക്ക, നാരായണൻകുട്ടി ചേട്ടൻ, ഹനീഫിക്ക, നൗഷാദക്ക, ജിമ്മി ചേട്ടൻ, സരിക, ജയൻ ചേട്ടൻ, സജീവട്ടൻ, ഇത്രയും പേരാണ് ഇരിക്കുന്നത്. ഒരുപാട് വിഭവങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ഒരുക്കുകയാണ്. അപ്പോൾ ആദ്യം സാധാരണപ്പെട്ട ഒരാൾ ആബേലച്ചനെ കുറിച്ച് ചോദിക്കുന്നത്, ആ ചോദ്യം ഞാൻ പ്രസാദിലേക്കൊന്ന് വരികയാണ്. കാര്യം ആബേലച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു വൈദികനാണ്, ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനമൊക്കെ എഴുതിയ ആളാണ്. ഇദ്ദേഹം എങ്ങനെയാണ് മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു കോമഡി പ്രോഗ്രാമിന് തുടക്കം ഇട്ടത് എങ്ങനെയാണ്? അച്ഛൻ നല്ലൊരു കോമഡി ആസ്വാദകനാണ്. അത് മാത്രമല്ല, അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അച്ഛനിങ്ങനെ നമ്മൾ പറയുന്ന പോലെ ഈ കോമഡി വാരി വിതർന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇങ്ങനെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂമർ എന്ന് തന്നെ അച്ഛൻ്റെ മനസ്സിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും അച്ഛൻ ഒരു പക്ഷേ ഇത്തരത്തിലൊരു മിക്സ് പരേഡ് തുടങ്ങാനായിട്ട് അച്ഛനൊരു ചിന്ത വന്നത് എന്നാണ് എൻ്റെ ഒരു ഊഹം. അല്ല, പ്രസാദിനെ ആദ്യമായിട്ട് കാണുമ്പോൾ പ്രസാദിനായിരുന്നു സീരിയസ്, അച്ഛനായിരുന്നു സീരിയസ്, ആരായിരുന്നു സീരിയസ്? കൂടുതൽ രണ്ടുപേരും സീരിയസ് ആയിരുന്നു. രണ്ടുപേരും സീരിയസ്. ഓക്കെ, എന്തായാലും ആദ്യമായി കലാഭവനിൽ കാലുകുത്തുന്ന ആര് എന്ന് ചോദിച്ചാൽ എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന അൻസാറൊക്കെയാണ്. അപ്പോൾ അൻസാറൊക്കെയിലൊക്കെ അൻസാറൊക്കെ അങ്ങനെ ഒരു വലിയൊരു ബഹുമതിയുണ്ട്. കലാഭവനിൽ ഏറ്റവും ആദ്യമായി കാലുകുത്തുന്ന ആളാണ് അൻസാർക്ക. ആബേലച്ചൻ്റെ കൂടെ ഒരുപാട് യാത്ര ചെയ്ത ആളാണ്. അതെ. അപ്പോൾ പറയാം, തുടങ്ങാം. ഞാൻ ആദ്യമായിട്ട് കലാഭവനിൽ വരുന്നത് ഏതാണ്ട് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ്. അത് 76-77 കാലഘട്ടത്തിലാണ്. ആൾക്കാർ വെറുതെ പ്രായമൊക്കെ കൂട്ടും, അതൊന്നും വേണ്ട അല്ലേ? ഇപ്പോൾ 76-77 ഞാൻ ഇങ്ങനെ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ അവിടെ പഠിച്ചിരുന്നു, മുംതാസ് എന്ന് പറഞ്ഞിട്ട്, വയലിൻ പഠിക്കാൻ പോയിരുന്നു. അപ്പോൾ ഞാനന്ന് കൊച്ചു നടന്മാരെയൊക്കെ കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇയാളും ഇങ്ങനെ മിമിക്രിയൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കാണിക്കും, നടന്മാരെയൊക്കെ കാണിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞ സുധീർ, പ്രേം നസീർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് ശരി, എല്ലാ അച്ഛൻ മൂളി കേട്ടു. പിന്നെ അറിയുന്ന അച്ഛൻ ആരും അറിയില്ലായിരുന്നു, ഈ നടന്മാരെയൊന്നും അച്ഛൻ അറിയില്ലായിരുന്നു. ഇയാൾ ഏതായാലും പരിപാടിക്ക് കയ്യടിയൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ, കയ്യടി കിട്ടിയാൽ ഇയാൾക്ക് 40 രൂപ വരും, അടുത്ത പരിപാടിയും തരുമെന്ന് പറഞ്ഞു. ശരി. ഞാൻ ആദ്യമായിട്ട് ഞാൻ പോണത് ചാലക്കുടിക്കാരോടാണ് പറയേണ്ടത്. നമ്മുടെ കലാഭവൻ മണിയുടെ നാട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് കലാ ഓഡിറ്റോറിയത്തിൽ. 84 ഞങ്ങൾ അമേരിക്കയിൽ പോയി. എനിക്ക് അന്നൊരു ക്രേസ് ഉണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല, സായിപ്പന്മാരെയും മദാമ്മമാരെയും കാണുമ്പോഴോ കൂടെ ഓടിച്ചെന്നത് ഫോട്ടോ എടുക്കുക, ഇപ്പോഴും ഒരു ക്രേസ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മദാമാരുടെ ഓടി നടന്ന് ഫോട്ടോ എടുക്കും. അങ്ങനെ ഒരു മദാമയുടെ ഫോട്ടോ അപ്പോൾ ഉണ്ട്, അച്ഛൻ അവിടെ നിന്ന് നോക്കുന്നത്. ഞാൻ പേടിച്ചു. ഞാൻ വിചാരിച്ചു പ്രശ്നമായി, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഔട്ട്, ടീമിൽ നിന്ന് ഔട്ടാണെന്ന് ചോദിച്ചാൽ പതുക്കെ മാറി. കുറേ കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ സീരിയസ് ആയിട്ട് അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ സീരിയസ് ആയിട്ട് എന്നെ അടുത്തേക്ക് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് പോയി, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇനി അൻസാർ പരിപാടിക്ക് വരണ്ട, കാരണം കണ്ട മദാമാരുടെ കൂടെ മുഴുവൻ ഫോട്ടോ എടുക്കുന്നവരല്ലേ, ഇനി വരണ്ടെന്ന് പറയുമെന്ന്. അച്ഛൻ സീരിയസ് ആയിട്ട് വിളിച്ചിട്ട് പറയാം, അൻസാറേ തനിക്ക് പറ്റിയൊരു മദാമതാ പോകുന്നു, പോയി ഫോട്ടോ എടുത്തോന്നു. ഓക്കെ, എന്തായാലും രസകരമായിട്ടുള്ള കഥകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം, അൻസാർക്ക് പറഞ്ഞ പോലെ നടന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനെ ആരെ അറിയുമോ അല്ലെങ്കിൽ ആരെ ആർട്ടിസ്റ്റുകളെ അറിയുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ആദ്യമായി അച്ഛൻ്റെ മുമ്പിൽ ജഗതിച്ചേട്ടനെ കൊണ്ടുവന്ന ആൾ എനിക്കൊന്ന് റഹ്മാനിക്കായിരുന്നു. ഈ കലാഭവനിൽ നിന്ന് ഒരുപാട് പേര് സിനിമയിലൊന്നല്ലോടെ കഴിവുള്ളവർ. ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ശരിക്കും സൃഷ്ടി ആബേലച്ചനല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അതെ, അച്ഛനോട് ഞങ്ങൾ വന്നിരിക്കുന്നതാണ്. ഈ അച്ഛനൊന്ന് പരിചയപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതിന് നമുക്ക് കലാഭവനിൽ പോകാമെന്ന് പറഞ്ഞു. ഇനി ചേട്ടൻ ഷൂട്ടിന് എറണാകുളത്ത് വരുമ്പോൾ എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെ വന്നപ്പോൾ വിളിച്ചു. അങ്ങനെ ക്യൂൻസ് ഹോട്ടലിൽ നിന്ന് അമ്മ ചേട്ടൻ ക്യൂൻസ് ഹോട്ടലിൽ താമസിക്കണം. ഞാൻ കലാഭവനിൽ വിളിച്ചപ്പോൾ അച്ഛനുണ്ടെന്ന് പറഞ്ഞു.
പുള്ളി ശബരിമലക്ക് മാലയൊക്കെ ഇട്ടിരിക്കണം, കാവ്യൊക്കെ ഇട്ടിട്ട് അമ്പിളിച്ചേട്ടൻ. അങ്ങനെ ഞങ്ങൾ കലാഭവനിലെത്തി. അവിടെ ഡോർ അറിയാമല്ലോ, അച്ഛനിങ്ങനെ നമ്മൾ കയറുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞാണ് അച്ഛൻ ഇരിക്കണം. അമ്പിളിച്ചേട്ടൻ ഉണ്ടെന്ന് അപ്പോൾ അച്ഛനെന്തോ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. വന്ന് അമ്പിളിച്ചേട്ടൻ ഇരുന്ന് അപ്പോൾ ഓഫീസിലിരിക്കണവരൊക്കെ ശ്രദ്ധിച്ച്. അപ്പോൾ അച്ഛനടുത്ത് ഞാൻ പറഞ്ഞു, ഇത് അച്ഛാ എന്താ അല്ല അച്ഛൻ മൈൻഡ് ചെയ്യാനുള്ള അമ്പിളിച്ചേട്ടനെ. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ആൾ കൂടി, പിള്ളേരൊക്കെ വന്ന് ഈ ജനലിൽ ആ ജനലൊക്കെ വന്ന് ആൾ കൂടി കൂടി കഴിഞ്ഞപ്പോൾ അച്ഛന് മനസ്സിലായത് എന്തോ പ്രശ്നമൊന്നും. റൈമാൻ എന്ന് വിളിക്കണം, റൈമാൻ താനിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറക്കി തന്നെ. ഈ വന്നിരിക്കുന്ന ആൾ പ്രശസ്തനാണോ? ഞാൻ പറഞ്ഞു, ജഗതി ശ്രീകുമാറാണ് ഏറ്റവും വലിയ നടനാണ്. ആണല്ലേ, അതാ എന്നും പറഞ്ഞ് കയറി വന്നിരുന്നു. ആ ജഗതിയുടെ ഒരുപാട് പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല നടനാണ്. അമ്പിളിച്ചേട്ടൻ ഫീൽ ചെയ്യില്ല, കാരണം അച്ഛന് സിനിമ കാണാത്തോണ്ടുള്ള സംഭവമാണത്. അതെ. എന്തായാലും നാരായണൻകുട്ടിച്ചേട്ടനുണ്ട്. നാരായണൻകുട്ടിച്ചേട്ടൻ കലാഭവനിലെത്തി, ഒരുപാട് എല്ലാവരുടെയും കൂടെ പ്രോഗ്രാംസ്. ഞാൻ ജോലി ഉള്ളപ്പോഴാണ് കലാഭവനിൽ ചെന്നത്. എനിക്ക് ഹൈക്കോടതി ജോലി ഉണ്ടായിരുന്നു. പ്രസാദാണ് എന്നെ കലാഭവനിലേക്ക് ക്ഷണിച്ചത്. ആദ്യമായിട്ട് ഞാൻ കലാഭവനിൽ പരിപാടി കഴിഞ്ഞു. ആദ്യത്തെ പരിപാടി തന്നെ ഗംഭീരമായി. ഇരിങ്ങാലക്കുടയിലാണ് ഞാൻ ആദ്യം പരിപാടി അവതരിപ്പിച്ചത്. പരിപാടി വിജയിച്ചു. അതുപോലെ ഞാൻ കലാഭവനിൽ സ്ഥിരമായി ഇങ്ങനെ എപ്പോഴും ഒരു ജോലിയുടെ ഗ്യാപ്പിലാണ് എനിക്ക് വരാൻ പറ്റുള്ളൂ. ഇവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തമ്മിൽ എല്ലാവരും കൂടി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഒരു പരിപാടിക്ക് പോകേണ്ട 4 മണിക്കാണ് പോകേണ്ടത്. എനിക്ക് 4 മണിക്ക് എൻ്റെ ഓഫീസ് കഴിയുള്ളൂ. ആരോണൊക്കെ മണിയടിച്ച് പറഞ്ഞ് ഒപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വരികയാണ്. വന്നിട്ട് ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞിട്ട് കലാഭവന് എത്താറാകുമ്പോൾ ഒറ്റ ഓട്ടം വിടും. എന്നിങ്ങനെ തന്നെ ചെയ്യണേ. അപ്പോൾ ഒരു ദിവസം പറ്റി ഈ നാരായണൻകുട്ടി കൂടെ വന്നേ, എന്താ വെച്ചാ താൻ ഈ അറ്റത്ത് വരുമ്പോൾ ഓടി വരുന്ന പരിപാടി ഉണ്ടല്ലോ, അതെന്താണോ എനിക്ക് അവിടെ മേലെ ഓടി എന്താ കുഴപ്പമുണ്ടോ? അപ്പോൾ മനസ്സിലായി ഇത് ആരോ എനിക്കിട്ട് പണിതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവരിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു പ്രോഗ്രാം തുടങ്ങുമ്പം അതിൽ പാട്ട് വേണം, മിമിക്രി വേണം, എല്ലാം ഓർഡർ അനുസരിച്ച് പോകണം ജാഫർക്ക. അപ്പോൾ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിലെത്തുന്ന ആരാ? കലാഭവൻ്റെ ഗായകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിലെത്തുന്ന ആരാണ് പെട്ടെന്ന്? ജിമ്മി. ഓക്കെ, അപ്പോൾ കലാഭവൻ ജിമ്മി ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ ജിമ്മി ചേട്ടൻ അവിടെ ഗാനമേള കൊണ്ട് അട്ടക്കി വാഴുകയാണ്. അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം നിങ്ങൾ പറയണം തന്നെ എനിക്കും ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഈ നാരായണൻകുട്ടി, റഹ്മാൻ ഇവരൊക്കെ കൂടെ ഉള്ള സമയത്താണ് ചെറുപ്പത്തിൽ പയ്യനായിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെയൊന്നും പറയണ്ട, അത്ര പയ്യനല്ല. അപ്പോൾ എനിക്ക് പാട്ടുകളെ പറ്റി പറയുമ്പോൾ അച്ഛൻ്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവേ എന്നൊരു പാട്ട് പാടാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരാളുണ്ട് കലാഭവനിൽ, ആദ്യത്തെ വനിതാ ആർട്ടിസ്റ്റ്, ലേഡി ആർട്ടിസ്റ്റാണ് തെസ്നിയോട് നമുക്ക് ഈ പാട്ടിനെ കുറിച്ച് ചോദിക്കും. തെസ്നി കോമഡി ആർട്ടിസ്റ്റ് ആയിട്ടാണോ അതോ ഡാൻസുകാരിയായിട്ടാണോ ഗായികയായിട്ടാണോ കലാഭവനിൽ എത്തിയത്? ഞാൻ കലാഭവനിൽ വരാൻ കാരണം എൻ്റെ ഉപ്പച്ചി കാരണമാണ്. അപ്പോൾ അത് എൻ്റെ ഉപ്പച്ചി എന്ന് പറയുന്നത് പ്രൊഫസർ അലിഖാൻ മജീഷ്യനാണ്. അപ്പോൾ കലാഭവനിൽ ക്ലാസ് എടുത്തിരുന്നു അന്ന്. പിന്നെ ഒരുപാട് മാജിക് ഷോ കലാഭവൻ മുഖാന്തരം എൻ്റെ ഫാദർ ചെയ്തിരുന്നു. ഒരുപാട് സ്ഥലത്ത് ആബാലച്ചൻ മുഖാന്തരം ഒരുപാട് സ്റ്റേജ്. ദാസേട്ടൻ്റെ പിന്നെ ഗാനമേളയും എൻ്റെ ഫാദറിൻ്റെ മാജിക് ഷോ ഉണ്ടാവും ഒരു സ്റ്റേജിൽ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഫാദർ എറണാകുളത്തിൻ്റെ സെറ്റിലാവാൻ കാരണം. അപ്പം ഞാൻ കുറച്ച് പഠിക്കുന്ന സമയത്തെ പഠിക്കാൻ കുറച്ച് ബാക്കോട്ടാണ്. ഇല്ല, മാജിക് എൻ്റെ ഫാദറുടെ കൂടെ ഞാൻ ചെറുപ്പം മുതലേ 4 വയസ്സ് മുതലേ മാജിക് ഷോ സ്റ്റേജിൽ കയറുമായിരുന്നു. അസിസ്റ്റൻ്റ് ആയിരുന്നു ഞാൻ എൻ്റെ ഫാദറിൻ്റെ. അപ്പോൾ പഠിക്കാൻ മോശമായപ്പം എൻ്റെ ഉപ്പച്ചി വിചാരിച്ചു ഇവളെ ഇനി ഡോക്ടറാക്കിയാലും ടീച്ചറാക്കിയാലും ഒന്നും ഒരു രക്ഷയില്ല, ഇവളെ കലാപരമായിട്ട് തന്നെ എന്തെങ്കിലും ഒരു വഴി ആബാലച്ചൻ്റെ അടുത്തൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനോട് പറഞ്ഞു, അച്ഛോ എനിക്കൊരു മോളുണ്ട് തെസ്നികാൻ പേര്, കുറച്ചൊക്കെ ഡാൻസ് ചെയ്യും, മോണാക്ട്, യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ മോണാക്ടിനൊക്കെ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊണ്ടുപോകാലികാനെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ കലാഭവനിൽ പരിചയപ്പെടുത്തുന്നത്. ഇയാൾ എന്തോന്ന് ചെയ്യുമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ അച്ഛൻ ഞാൻ ഡാൻസ് ഒക്കെ കളിക്കും. ആണോ, ഒന്ന് ഇവിടെ ഒരു ട്രൂപ്പുണ്ട്, ഡാൻസിന് പ്രോഗ്രാമിന് വന്നോ, പിന്നെ ഗാനഭൂഷണത്തിന് ചേർന്നോളാൻ പറഞ്ഞു അവിടെ. അപ്പോൾ ഗാനഭൂഷണത്തിന് അന്ന് ഫീസ് 25 രൂപയാണ്. ഡാൻസിന് അന്ന് പിന്നെ പ്രോഗ്രാമിന് പോയാൽ പൈസയും കിട്ടും. അപ്പം ഞാനവിടെ അന്ന് ഡാൻസ് പ്രോഗ്രാം ഞങ്ങളുടെ കൂടെ 5 ഗേൾസ് ഉണ്ട്. ഈ 5 ഗേൾസും പിന്നെ മിമിക്രിക്കാരും ഉണ്ടാവും. അതിൽ ഇന്നത്തെ സൂപ്പർ സ്റ്റാറായ ജയറാമേട്ടൻ, പ്രസാദേട്ടൻ, റഹ്മാൻ ക, നാരായണൻകുട്ടി, അനിൽ ക, ഇവരൊക്കെയാണ് അന്ന് മിമിക്രിയുടെ ആൾക്കാർ ഞങ്ങളുടെ കൂടെ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് അവരുടെ മിമിക്രി, ഞങ്ങളുടെ ഡാൻസ് അവരുടെ മിമിക്രി, അങ്ങനെയാണ്. അപ്പം അച്ഛന് 75 രൂപ വരും. ആദ്യത്തെ പ്രതിഫലം 75 രൂപയാണ്. അപ്പോൾ 75 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, 25 രൂപ ഗാനഭൂഷണം ഫീസ് കൊടുക്കും, 50 രൂപ വീട്ടിൽ കൊടുക്കും. അങ്ങനെയായിരുന്നു. ഫസ്റ്റ് ഞാനിപ്പോൾ കലാഭവനിൽ ഡാൻസിനാണെങ്കിലും പിന്നെ സ്കിറ്റ് ചെയ്യാൻ തുടങ്ങിയത് റഹ്മാൻ ക കാരനാണ്. അത് ജോക്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അന്ന് ഈ
ജോക്സ് ഇന്ത്യ എന്ന് പറയുന്ന വീഡിയോ കാസറ്റ്, അന്ന് ചാനലുകളൊന്നും ഇല്ല, ഇല്ലില്ല. ആകെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാസറ്റ് തരംഗം അന്ന് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അന്ന് ഫസ്റ്റ് വീഡിയോ കാസറ്റ് മിമിക്രി സ്കിറ്റും ജാഫർ ഖാൻ ഞാനൊക്കെ ഉണ്ട് അതിൽ. ഞങ്ങളെ റഹ്മാൻക്കെയാണ് അത് ഇറക്കുന്നത് ഫസ്റ്റ്. ഭയങ്കര ഹിറ്റാണ്. അല്ല, തെസ്നി ഒരുപാട് കോമഡി സ്കിറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ മനോഹരമായിട്ട് ഷീലാമയെ അനുകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് തെസ്നി. മിമിക്രി ആർട്ടിസ്റ്റ് അല്ലായിരുന്നു ഞാൻ. സ്കിറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഷീലാമയുടെ കൂടെ ഒരു പടം ചെയ്തു, മിസ്റ്റർ മരുമകൻ. അപ്പൊ ഷീലാമയുടെ കൂടെയാണ് ത്രൂ ഔട്ട് ഞാൻ ഷീലാമയുടെ പുറകെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഷീലാമയുടെ ഓരോ ചലനങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ വെറുതെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് നോക്കിയതാ. ഷീലാമയുടെ മുമ്പിൽ ഞാൻ കാണിച്ചപ്പോൾ ഷീലാമോന് ശരിയാണല്ലോ എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ എനിക്ക് ചെയ്യാലെന്താ. ഒരു മധു ആരെങ്കിലും ആവാണെങ്കിൽ ഞാൻ ഷീലാമയാവാം. മധു ഇവിടെ നമ്മുടെ ഹനീഫുക ഉണ്ട്. നമ്മുടെ ചെമ്മീനിലെ ഒരു ഡയലോഗ് പറഞ്ഞ ഞാൻ ചെമ്മീനിലെ ഡയലോഗ് നമ്മുടെ ഹനീഫുക. കരുത്തമ്മേ, നീ കഥാപുരം വിട്ടു പോയാൽ ഞാൻ ഈ കഥാപുരത്തെല്ലാം പാടി പാടി ചങ്ക് പൊട്ടി മരിക്കും. നീ ഒന്ന് ഇറങ്ങി വരണം. എൻ്റെ കൊച്ചു മുതലാളി, എന്നെ വിളിക്കരുത്. കാരണം തുറക്കാര് കണ്ടാൽ പിന്നെ എന്നെ വിളിക്കരുത് കൊച്ചു മുതലാളി, വിളിക്കരുത്. ഒരുപാട് കാര്യങ്ങളിൽ അച്ഛൻ എപ്പോഴും നമുക്ക് അത്ഭുതമാണ്. പല കാര്യങ്ങളിലും അച്ഛൻ്റേതായ ഒരു ഔട്ട്ലുക്ക് ഉണ്ട്, അച്ഛൻ്റേതായ കാഴ്ചപ്പാടുണ്ട്. പിന്നെ പല കാര്യങ്ങളിലും അച്ഛൻ നമ്മൾ വ്യക്തമായ കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരങ്ങൾ അച്ഛനുണ്ട്. ഞാൻ കലാഭവനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോയ ആളാണ്. ഞാൻ വഴക്കാളിയല്ല, പക്ഷെ ഞാൻ ജീവിതത്തിൽ അപൂർവം സ്ഥലത്ത് നിന്ന് ഞാൻ വഴക്കിട്ട് പോയിട്ടുള്ളൂ. അതൊന്നും കലാഭവനിൽ നിന്നാണ്. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അച്ഛനന്ന് എടുത്തു. അച്ഛൻ അത് കേട്ടു, എല്ലാം കേട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി എന്ത് പറഞ്ഞാലും അതിന് കാര്യമില്ല അച്ഛൻ, ഭൂരിപക്ഷം പേര് ഇതാണ് പറയുന്നതെങ്കിൽ ഇവരുടെ കൂടെ സഹകരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം പച്ചക്കള്ളമാണ് അവർ പറയുന്നത്. എനിക്കിനി ഇതിനകത്ത് തുടരാന്ന് വൃത്തി ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ, ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ പെട്ടെന്ന് നിൽക്ക് പോവല്ലേ, താൻ അങ്ങനെ പോകാൻ വരട്ടെ. അപ്പോൾ ഞാൻ തിരിഞ്ഞു പറഞ്ഞു തന്നെ പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ അതുപോലും അച്ഛൻ അങ്ങനെയാണ്. ഒരാളും കലാഭവൻ സ്വമേധയാ പോകരുത്, പുറത്താക്കി എന്ന് വേണം അച്ഛൻ്റെ തീരുമാനം. അപ്പം ഞാൻ ചിരിച്ചു. എന്തിനാ അച്ഛൻ, ഞാൻ പോവുകയല്ലേ, പിന്നെ പുറത്താക്കുന്നത് എന്തിനാ, പോകുന്ന ആളങ്ങ് വിട്ടാൽ പോരെ അവരെ വിളിച്ച്. അതാണ് അച്ഛൻ. ഹനീഫുക എന്ന് പറയുന്ന മലയാള സിനിമയിൽ ഒരുപാട് നല്ല വേഷങ്ങൾ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഹനീഫുക. ഹനീഫുക നമ്മൾ അന്ന കാലത്തൊക്കെ നസീർ സാറിനെയും അതുപോലെ മധു സാറിനെയും സത്യൻ സാറിനെയും ഒക്കെ വളരെ മനോഹരമായിട്ട് അനുകരിച്ചാണ്. ഹനീഫുക, എനിക്ക് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കോമഡി നല്ലൊരു നർമ്മബോധമുള്ള ആളാണ് അച്ഛനെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു അനുഭവം ഈ പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് അച്ഛൻ്റെ ചില വാക്കുകൾ, ചില നീക്കങ്ങളൊക്കെ വളരെ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ ഗാനമേളയ്ക്ക് പോകാൻ വേണ്ടി തൃശ്ശൂരിൽ പോകാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ എല്ലാം ഗാനമേള ഇൻ്റർവെല്ലിന് മിമിക്രി ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അന്ന് അവിടെ ഒരു ഗായകൻ രാവിലെ വന്നിട്ടുണ്ട്. അയാൾ കലാഭവനിൽ പാടാൻ വേണ്ടി വന്നിരിക്കുന്നു. അച്ഛൻ പറഞ്ഞു, എടോ ഇബ്രാഹിമേ, കലാഭവനിൽ ഇബ്രാഹിം, ഇയാൾ ഈ ഇവരുടെ പാട്ടൊന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞു. ആരടാ? ഈ പുതിയ വന്നിരിക്കുന്ന ആളാണ്. അപ്പം ഇങ്ങനെ പാടാൻ വേണ്ടി കൊണ്ട് പാടിയപ്പോൾ ആവറേജാണ് ഇയാൾ. കലാഭവൻ്റെ സ്റ്റാൻഡേർഡ് എന്തായാലും ഇയാൾ പറ്റില്ല. പക്ഷേ ഇയാൾ വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, ചേട്ടാ എങ്ങനെ ഉണ്ട് ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളൊരാളെ വിഷമിപ്പിക്കണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല, ഇത് കേട്ട പാടി കേൾക്കാത്ത പാതി. ഇയാൾ വന്ന വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഒരു 50 ലഡുവും വാങ്ങിച്ചുകൊണ്ട് വന്നു. കലാഭവൻ അത് പാടാൻ പോണല്ലേ, ഇയാൾ എല്ലാവരും കൊടുത്തു, ഒരു ലഡു ഞാനും വാങ്ങിച്ചു തന്നു. എല്ലാം തിന്ന് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഇബ്രാഹിമിനെ വിളിച്ചു, എന്നെ വിളിച്ചു. ഓ, ഹിന്ദി പാട്ട് പാടുന്ന ആളാണല്ലോ താൻ, എങ്ങനെയുണ്ട്? പോരച്ചാ ഇബ്രാഹിം പറഞ്ഞു. വളരെ ഒരു സ്റ്റഡിയുള്ള വോയിസ്, പക്ഷെ അയാൾ ഇന്ന് പാടട്ടെ. അയാൾ ലഡു ഒക്കെ കൊടുത്ത് വലിയ പ്രതീക്ഷയിലാണ്. പിന്നെ അയാൾ പാടിക്കോട്ടെ, വിടരുത് അയാൾ ഇന്നത്തെ ഒരു സ്റ്റേജ്. അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ വലിയ വിഷമോ ആയേക്ക്. അച്ഛൻ ചോദിച്ചു, ഇന്ന് എവിടെയാണ് പരിപാടി? ഇന്ന് തൃശ്ശൂർ വിദ്യാർത്ഥി കോർണറിൽ. അവിടെ ഏതാണ്ട് എത്ര ജനങ്ങളുണ്ടാവും? ഒരു 10,000 പേരുണ്ടാവും. ഈ 6,000 പേരെ വിഷമിപ്പിക്കണമെന്നോ അല്ല ഇയാൾ ഒരാളെ വിഷമിപ്പിക്കണമെന്നോ? അപ്പോൾ നമ്മളെല്ലാവരും ചിരിച്ചു. പക്ഷേ അച്ഛൻ്റെ ആ മറുപടിക്ക് അല്ലെങ്കിൽ ആ ഒരു കാരണത്തിന് പകരം വെക്കാൻ നമ്മുടെ ഒരു കാരണമൊന്നുമില്ലായിരുന്നു. കാരണം തികച്ചും പ്രായോഗിക ബുദ്ധി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ. ഈ തെസ്നി ഖാൻ ഡാൻസിന് വരുമ്പോൾ ആ ട്രൂപ്പിൽ ഞാനുണ്ട്.
അനിഫ അന്നത്തെ സുന്ദരനാണെന്ന് തെസ്നി പറയുന്നു, അന്നത്തെ പ്രേംനസീർ സാർ ആയിരുന്നു എന്ന് പറയുന്നു തെസ്നി പറയുന്നു, അന്നത്തെ ട്രൂപ്പിലെ പ്രേംനസീർ സാർ ആയിരുന്നു. അതൊന്നുമില്ല, അന്ന് ഭയങ്കര സുന്ദരന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അല്ല, അന്ന് ട്രൂപ്പിൽ കാണാൻ ഭയങ്കര 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 സുന്ദരനൊക്കെ ആയിട്ടേ വരുള്ളൂ, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടേ വരുള്ളൂ. ഞങ്ങൾക്ക് നീ വേണമെങ്കിൽ എന്നെ പൊക്കിക്കോ, പക്ഷെ നുണ പറയരുത്. അല്ല, ഞാൻ പറയുന്ന കേക്ക്. ലിപ്സ്റ്റിക് ഇട്ട് ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഡാൻസിലെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് അതിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, അതിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാ വരുന്നത്. പിന്നെ മനസ്സിലായത് ചുണ്ടൊക്കെ ആ കളറ്, അങ്ങനത്തെ കളറായിരുന്നു. തെസ്നി എന്നെ തത്തമ്മ ചുണ്ടനാക്കി. പിന്നെ അച്ഛൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് അതിലേക്ക് വരാം. അപ്പൊ അതിന് മുമ്പായിട്ട് പറയുന്ന പോലെ സത്യം നമ്മുടെ പപ്പുച്ചേട്ടൻ പപ്പേട്ടൻ എല്ലാവരും കാണിക്കുന്ന തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു പപ്പേട്ടൻ ഒരു ചെറിയ സ്പാനർ ഇപ്പൊ ശരിയാക്കി തരാടാ. അവിടെ എങ്ങനെ നോക്ക്, പാടാ പാടാ പാടാ. ഓക്കെ, എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ജാഫർക്ക് വരാം. ജാഫർക്കയിലേക്ക് വരുന്നതിന് മുമ്പ് ജോഷി നമുക്ക് തുടങ്ങാം. കാര്യം ജോഷിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അൻസാറക്ക ആബേലച്ചൻ്റെ അങ്ങനെ സിനിമ എഴുതിയപ്പോൾ ആബേലച്ചൻ്റെ കഥാപാത്രം ചെയ്യിപ്പിച്ച് ഇന്നസെൻ്റ് ഏട്ടനെ കൊണ്ടാണ്. ആ ഇന്നസെൻ്റ് ഏട്ടനെ ഏറ്റവും വളരെ നന്നായിട്ട് കേരളത്തിലെ അനുകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ജോഷി. എനിക്ക് തോന്നുന്നത് പ്രചോദനം ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ മെയിലായിട്ടിരിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള കലാപനിലെ ഒരു സന്തതിയാണ് ഞാൻ. അങ്ങനെ പ്രായം കുറയ്ക്കണ്ട ഇവിടെ എല്ലാവരും. അല്ലല്ല, ഞാൻ വയസ്സുണ്ട്, എനിക്ക് 42 വയസ്സുണ്ട്. എനിക്ക് ഇന്ന് വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം, 42 വയസ്സ്. 10 വയസ്സ് കുറച്ച്. പക്ഷേ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളാണ് ഞാൻ. കാരണം ഞാൻ സംസ്ഥാന യുവജനോത്സവം, കാരണം കോളേജിലോ സ്കൂൾ തലത്തിലോ ഞാൻ മിമിക്രി ചെയ്തിട്ടില്ല. അങ്ങനെ വിൻ ചെയ്തിട്ടാണ് ഞാൻ കലാമൂല്യ ഇന്റർവ്യൂവിന് വരുന്നത്. ഈ ഗാനമേള മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഗാനമേള മിമിക്രി 3 പേര് മിമിക്രിക്കാരുള്ളൂ. ബാക്കി അത്രയും ഓർക്കസ്ട്രക്കാരുടെയും പാട്ടുകാരുടെ ഉള്ളിൽ വേണം ഞങ്ങൾ ഇരിക്കാൻ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ വെച്ച് ഓരോ തർക്കങ്ങളുണ്ടാവും. അത് ആരെങ്കിലും പോയിട്ട്, പണ്ടുണ്ടാവുമല്ലോ ഓരോരുത്തർ, ആരെങ്കിലും പോയിട്ട് അച്ഛൻ്റെ അടുത്ത് അത് പോയി പറഞ്ഞു കൊടുക്കും. ആ ജോഷി ഇന്നലെ വണ്ടിയിൽ വെച്ച് ഒത്തിരി മോശമായിട്ട് സംസാരിച്ചു നിൽക്കും. അപ്പോൾ പിറ്റേ ദിവസം വിളിക്കും, അതെ ഇയാളൊന്ന് കാണണം, ഇങ്ങോട്ട് വന്നേ, ഇയാൾ ഭയങ്കര ദേഷ്യക്കാരനാന്ന് പറയണ്ടല്ലോ, ഇയാൾ മിമിക്രിയൊന്നുമല്ല കളിക്കണ്ട, ഇയാൾ പോയിട്ട് ധ്യാനം കൂടാ. എന്നോട് പോയി ഒരു ധ്യാനം കൂടാ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ലച്ച ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല, ഇയാൾ ഭയങ്കര തർക്കുത്തരവാദിയാ, ഇയാൾ പോയി ധ്യാനം കൂടിയിട്ട് വന്നാൽ മതി, അതിന്റെ പൈസ എത്ര വേണമെന്ന് വെച്ചാൽ ഞാൻ തന്നോളാം. അപ്പൊ ആ ഒരു സംഭവം. പിന്നെ പഞ്ച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ഇത്രയും ഒരു പഞ്ച്വാലിറ്റി ഉള്ളൊരു പ്രസ്ഥാനം, അത് അവിടെ നിന്ന് തന്നെയാണ് കിട്ടിയത്. 9 മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിക്ക് വണ്ടി വിട്ടിരിക്കും. 9:05 ആയി കഴിഞ്ഞാൽ വിഷം പറഞ്ഞ വരും, 9:05 ആയി കഴിഞ്ഞാൽ ഫൈൻ. ഏറ്റവും കൂടുതൽ ഫൈൻ മേടിച്ചാൽ പേയ്മെന്റ് കട്ട് ചെയ്യും. അല്ല, ആമ്പിള്ളേരോ കൂടുതൽ നോക്കിയാലോ സംസാരിച്ചാലോ ഫൈൻ അടിക്കും അച്ഛൻ. അത് സംസാരിക്കാൻ പാടില്ല, ഭയങ്കര സ്ട്രിക്റ്റാ. കുറച്ച് ആണുങ്ങളെ കൂടുതൽ, അതായത് ഞങ്ങൾ ഡാൻസ് വേൾഡ് ടൂർ സമയത്ത് ഡാൻസിന് ഞാനും പ്രചോദാണ് ജോഡി. അന്ന് ഫേമസ് ആയിട്ട് ഈ എത്ര മിനിറ്റ് നോക്കാണുങ്ങളാ? ഇല്ല, ഇങ്ങനെ 5 മിനിറ്റ് നോക്കി അച്ഛൻ പിടിക്കും. എടോ തന്റെ നോട്ടം ശരിയല്ലടോ എന്ന് പറയും അച്ഛൻ. 5 മിനിറ്റ് നോക്കി അച്ഛനെന്നല്ല ആരും പിടിക്കും. അതുകൊണ്ടാണ് ഈ തസ്നിഖാന് ഒറ്റ കാശ് കലാഭവനിൽ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, എല്ലാം ഫൈനായിട്ട്. അല്ല, അന്ന് നമ്മൾ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ, വേൾഡ് ടൂർ പോകുമ്പം അച്ഛൻ്റെ അടുത്തായിരിക്കും ഞാൻ ഇരിക്കുന്നത്. അപ്പം അച്ഛൻ പറയും, താനൊന്ന് പോയിട്ട് ടെസ്നിഖാൻ്റെ അടുത്ത് ആരാ ഇരിക്കുന്നത് നോക്കിയിട്ടിങ്ങ് വാ. അച്ഛൻ ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അച്ഛൻ തന്മയത്വമായിട്ട് അച്ഛൻ ഡീൽ ചെയ്യാറുണ്ട് പല കാര്യങ്ങളും. അപ്പം ഞാനും സിദ്ദിഖും ലാലും സൈനിദിനും റഹ്മാനും ഒക്കെ ആയിട്ട് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ഒരു ദിവസം ഇങ്ങനെ റഹ്മാൻ്റെ ഉമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിറ്റേ ദിവസം പ്രോഗ്രാം ഉണ്ട്. ഞങ്ങളെല്ലാം പോയിരുന്നു. പിറ്റേ ദിവസം എന്തായാലും റഹ്മാനെ വിളിക്കാൻ പറ്റില്ല പ്രോഗ്രാമിന് പോകാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ടെൻഷനിലായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പെരുമ്പാവൂരെ പ്രോഗ്രാം, റഹ്മാൻ്റെ വീട്ടിൽ കയറി നമ്മൾ കണ്ടിട്ടങ്ങ് പോകാം. എന്നാൽ ശരി, റഹ്മാൻ ഇല്ലാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുന്നു പറഞ്ഞു. പോകാൻ നേരത്തെ എനിക്കൊരു കത്ത് തന്നിച്ച്, ഇന്ന് റഹ്മാൻ്റെ കൊടുത്തേക്കാൻ പറഞ്ഞു. ഞങ്ങൾ റഹ്മാനെ കണ്ടു, ടാറ്റ പറഞ്ഞു, റഹ്മാനെ ഞങ്ങൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു പോകുന്നത്. ഈ കത്തങ്ങ് കൊടുത്തു. അപ്പോൾ റഹ്മാൻ്റെ ഉമ്മക്കാണെങ്കിൽ റഹ്മാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ആ കത്തിൽ 2 വരി എഴുതിയിട്ടുള്ളൂ, റഹ്മാൻ്റെ ഉമ്മ മരിച്ചു, ഞാൻ വിവരം അറിഞ്ഞു, അനുശോചിക്കുന്നു. ഒരുപക്ഷെ റഹ്മാൻ്റെ ഉമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് പരിപാടി നടത്താനായിരിക്കും ഉമ്മയുടെ ആഗ്രഹം, അല്ലേ ആബേലച്ചൻ. റഹ്മാൻ ഇത് വായിച്ച് മടക്കി വെച്ചിട്ട്, എടാ ഞാനും എന്നോട് പേര് പഠിക്കുന്നു, ഇവിടെ മടക്കി വെച്ച് പിറ്റേ ദിവസം പ്രോഗ്രാം നമ്മുടെ ഇവിടെ കൂടി. അച്ഛൻ്റെ ആ വരി, 2 വരി, അത് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മുടി എഴുന്നേറ്റ് വരും.
എല്ലാവരും കലാഭവനിൽ വന്ന കാര്യം പറഞ്ഞില്ലേ, ഞാനും ഒന്ന് പറയട്ടെ. കലാഭവൻ ഞാൻ ഒരു ട്രൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ട്രൂപ്പിൽ ഞാൻ റഹ്മാനക്കാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേറൊരു ട്രൂപ്പിൽ വേണ്ടിയിട്ടൊരു പരിപാടിക്ക് പോയി. ആ പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ആ ട്രൂപ്പിൽ എനിക്ക് ചാൻസ് ഇല്ലാതായി. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്ന വഴിക്ക് എനിക്ക് എൻ്റെ ഇത് പോയല്ലോ എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റഹ്മാനക്കാർ എനിക്കൊരു ട്രൂപ്പിൽ ഒരു ചാൻസ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ഈ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ റഹ്മാനക്കാട് യാത്ര പറഞ്ഞ് കയറുമ്പോൾ എൻ്റെ വൈഫ് പറയാണ്, റഹ്മാനക്ക വിളിച്ചായിരുന്നു, ഞാൻ ഇക്കാട്ടൊരു വാക്ക് പറഞ്ഞായിരുന്നു, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ട്രൂപ്പിൽ എനിക്കൊരു ചാൻസ് മേടിച്ചു തരാം. അന്ന് അദ്ദേഹം ചോദിച്ചാ, ഞാൻ വിട്ടിട്ട് പോയതാ, ഒരു കൊല്ലത്തേക്കില്ലായിരുന്നു. ആ വീട്ടിലേക്ക് കയറുമ്പോൾ തിരിച്ചു വെക്കോ വൈഫ്, തിരിച്ചു വെക്കോ, റഹ്മാനക്കാടെ കോള് വന്നായിരുന്നു, നാളെ രാവിലെ അവിടെ പങ്കെടുക്കണം. നോക്കിയപ്പോൾ 9 മണിക്ക് വന്നാൽ മതി. ഞാൻ അവിടെ 8:45 അവിടെ എത്തത്തക്ക രീതിയിൽ വെളുപ്പിന് ചാടിയും കൊണ്ട് വന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ചെന്നു, എൽസ ചേച്ചിനെ കാണാൻ പറഞ്ഞു ചെന്നത്. എൽസ ചേച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേ എൽസ ചേച്ചി പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എവിടെയാ വീട്? ഞാൻ പറഞ്ഞു ഇടുക്കിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? ഞാൻ പറഞ്ഞു ഒരു 4 മണിക്കൂർ യാത്ര ചെയ്യണോ അച്ഛന്ന് പറയും. അല്ലെങ്കിൽ കഴിച്ചോ? അല്ല രാവിലെ വീട്ടിൽ നിന്ന് വന്നാൽ ഇനിയിപ്പം ഇവിടെ 9 മണിക്ക് വരണമെന്ന് പറയും. അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും കഴിച്ചേച്ച് വന്നു പറഞ്ഞു. 5 മിനിറ്റിനുള്ളിൽ വന്നോന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞേ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വന്നോന്നും പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. ആ വാസം എന്ന് പറയണ അവിടെ നിനക്ക് അറിയാമല്ലോ, അവിടെ കയറി ഒരു ചായ എന്തോ മേടിച്ച് കഴിച്ചേച്ച് ഞാൻ പെട്ടെന്ന് ചെന്നു. ചെന്ന് കഴിഞ്ഞിട്ട് നല്ല ഡീസൻ്റ് ആയിട്ട് അയക്കണം, തെറ്റിക്കാൻ പാടില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ പിന്നെ അച്ഛനെ കാണാനായിട്ടിരിക്കുമ്പോൾ പ്രസാദേട്ടൻ കലാഭവനിലേക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വരിക. അപ്പോൾ ഇദ്ദേഹം കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ ജാഫ്രെ എന്താ നീ ഇവിടെ? അല്ല ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ വന്ന റഹ്മാനൊക്കെ പറഞ്ഞു വിട്ടിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ മനസ്സിലായി, ഇദ്ദേഹം അച്ഛൻ്റെ അടുത്ത് കയറി സംസാരിച്ചു. ഇദ്ദേഹം അച്ഛൻ്റെ അടുത്ത് കയറി സംസാരിച്ച സമയത്ത് എന്നിട്ട് സംസാരിച്ചിട്ട് ഇദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് നീ വന്നടാ എന്ന് പറഞ്ഞ് എന്നെ കയ്യെ പിടിച്ചു വേറെ റൂമിലേക്ക്, ഇവിടെ കാലി റൂമിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. നീ ഇപ്പം എന്നാ പുതിയതായിട്ട് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ ഫ്രീസേട്ടൻ്റെ സൗണ്ടാ. അങ്ങനെ പറഞ്ഞേ. അപ്പം സൗണ്ട് ചെയ്യണം, മിമിക്രി ഒന്നും എനിക്ക് അങ്ങനെ അതല്ലോ, എന്നെ ഫ്രീസേട്ടൻ്റെ സൗണ്ടാണ്. ഓക്കെടാ ഞാൻ സംസാരിച്ചു. എന്നാലും നീ ഒന്ന് ചെയ്തേ. ഞാൻ ആ എന്നെ ഫ്രേസ് അന്ന് പറഞ്ഞ ഒരു സംഭവം പറയട്ടെ. പറയട്ടെ. അടിച്ചതാരാടാ നിന്നെ, ആണ്ടവനോ അതോ സെഡ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ അല്ലേടാ, അതും ഷൂസിട്ട അല്പുണ്ട്. ആണ്ടവൻ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കുപ്പമല്ല, കൊച്ചിയ, വിശ്വനാഥൻ്റെ കൊച്ചി. എന്താ പറയുക? ഓക്കെ അങ്ങനെ കാണിച്ചിട്ട് ഓക്കെ എന്ന് കയറിയിട്ട് പറഞ്ഞു 4-ാം തീയതി ഈരാറ്റുപേട്ട പരിപാടിയുണ്ട്, അതിന് കലാഭവനിൽ ട്രൂപ്പിൽ പൊക്കോളാൻ പറയുവാണ്. അങ്ങനെ ഞാൻ കലാഭവനിൽ കയറി. ഇനി ചരിത്രമുണ്ട്, ആ ചരിത്രം ഒന്നും ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അതിന് ഒരു കാര്യം പറയാൻ ഇപ്പം ലൈവായിട്ട് പറയാം. ഈ ജാഫർ അന്ന് കലാഭവൻ ജാഫറിനെന്ന് കലാഭവനിൽ എടുത്തത് ഒരു രാത്രി ഒരു 7 മണിയായപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണിൽ ഒരു കോള് വരികയാണ്. ഹലോ മിസ്റ്റർ കലാഭവൻ റഹ്മാനാണോ? ഞാൻ പറഞ്ഞു അതെ, ആരാ? ഞാൻ കലാഭവൻ ജാഫറാണ്. അത് സത്യം, അതുകൊണ്ടാണ് ആ സത്യം. അത് നടന്ന സംഭവം അല്ല, അത് ചുമ്മാ ഉള്ള സംഭവമല്ല. നമുക്ക് സന്തോഷം കൊണ്ട് നമ്മൾ വിളിച്ച് പറയുന്നത്. ഇനി അച്ഛനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഡൽഹിയിലൊരു ട്രിപ്പ്, ആ ഡൽഹിയിലെ ട്രിപ്പിന് പ്രസാദേട്ടനാണ് ഡയറക്ടറും കാരണം അങ്ങോട്ട് പോകണം. അവിടെ പോയി അവിടെ ചെന്നു. അപ്പോൾ എനിക്ക് റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ ഐറ്റത്തിൽ നീയും ഉണ്ടല്ലോ, ആ ട്രിപ്പിൽ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആ സ്റ്റേജിൻ്റെ റെസ്ൽ ചെയ്യുക. ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഓപ്പറേറ്റർമാരൊക്കെ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ അതിലൂടെ ഇങ്ങനെ ഒരു വട്ടം ഒരു ബാർ റാമ്പ് കെട്ടിയിട്ടില്ലേ, അത് ഒരു ചുടുകഷ്ടിയുടെ വീതിയുള്ളൂ, ഈ കട്ടിയുള്ളൂ. ഈ കട്ടിയുള്ള വീതിയെ കൂടെ ഞാനൊന്ന് ഓടി. അച്ഛൻ ഫ്രണ്ടിൽ ഇരിക്കുവായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പരിപാടി കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയി. എല്ലാവരും കഴിച്ചെഴുന്നേറ്റ് പോയി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കൈ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. ഞാൻ ഇച്ചിരി അകലേന്ന് വന്നു. അപ്പം അച്ഛൻ എന്നാ അച്ഛോ എന്ന് ചോദിച്ചു. കലാഭവൻ്റെ സ്റ്റേജിൽ കയറി എന്തെങ്കിലും ചെയ്ത് കയ്യോ കാലോ ഓടിച്ചിട്ടുണ്ടെങ്കിൽ 5 പൈസ കലാഭവൻ തരികയല്ല. പറഞ്ഞാ തരികയല്ല, സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുക്കേണ്ടി വരും, അറിയാവോ എന്ന് പറഞ്ഞേച്ചാൽ ഞാൻ പറഞ്ഞു. അപ്പം ആദ്യമല്ലേ അച്ഛൻ, ശരി അച്ഛോ എന്നപ്പം നന്നായി വരുവോ ഉള്ളൂ. ആ ഒരു വാക്ക് അത് ഇദ്ദേഹം മരിച്ചുപോയി, അങ്ങനോട് ചോദിക്കാനൊന്നും പറ്റുമല്ല. നന്നായി വരുവോ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ എങ്ങനെയാ സ്വഭാവം എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ നന്നായി വന്നു. എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞാൻ കലാഭവൻ്റെ ഒരു പ്രോഡക്റ്റാണ് എന്നാണ് ശരിക്ക് കലാരംഗത്തുള്ള എല്ലാവരും അന്നും ഇന്നും എപ്പോഴും വിചാരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കലാഭവനിൽ ഞാൻ കുറച്ച് നാൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നതിൻ്റെ പേരിൽ ഞാനും അത് അംഗീകരിക്കുന്നു. കാരണം ഞാൻ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അഭിമാനമൊക്കെ എനിക്കുണ്ട്. സ്കൂളിൽ 6-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചിൻ കലാഭവനിൽ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ അവിടെ കൊണ്ടുപോയി എൻ്റെ വാപ്പ കലാഭവനിൽ പാട്ട് പഠിക്കാനായിട്ട് ചേർക്കുമ്പോൾ അന്ന് ആബേലച്ചൻ വന്നിട്ട്
എന്നുകൊണ്ട് മോനെ ഏതാ പാട്ടൊക്കെ പാടണമെന്ന് ചോദിച്ചു. പാട്ട് പാടിച്ച് നോക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് കലാഭവനിൽ പാട്ട് പഠിക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നത്. കുറച്ച് നാളവിടെ പോയി അദ്ദേഹം എനിക്ക് തന്ന ഒരുപാട് പ്രോത്സാഹനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യത്തിൽ തന്ന ഉപദേശങ്ങൾ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു. ജയകുമാർ കലാഭവനിൽ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കോമഡികൾ വണ്ടിയിൽ പറയും, അതുപോലെ സ്റ്റേജിൽ പറയും, രസകരമായിട്ടുള്ള കോമഡികളൊക്കെ പറയും. അപ്പോൾ ജയകുമാർ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാറുകളൊക്കെ ചെയ്യും, കലാഭവനിലുള്ള സമയത്തൊക്കെ ആണെങ്കിലും ചെയ്യും. അപ്പം ഇപ്പോൾ ജയകുമാർ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാം കണ്ടപ്പം നമ്മുടെ കോട്ടയം പ്രദീപ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ വളരെ മനോഹരമായിട്ട് ജയകുമാർ അനുകരിച്ച് കയ്യടി മേടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ജയകുമാർ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ഇതെന്നതാടാ, മഴവില്ലോ? നീ എന്നതാടാ, ടാറും കൊണ്ടാണോടാ പല്ല് തേക്കുന്നത്? മൂന്നാറുണ്ട്, ഊട്ടിയുണ്ട്, കൊടൈക്കനാലുണ്ട്. അയ്യോ, പുട്ടെന്ന് പറഞ്ഞാലേ ലൈറ്റ് പുട്ട്, റവപ്പുട്ട്, അരിപ്പുട്ട്, ഏതാ വേണ്ടത്? ഓക്കെ ജയമാറെ ബാലങ്കന്നായിരുന്നു. ആന്ധ്രാക്കാരൻ ഒരു സുന്ദരയന മറ്റോ, നിന്റെ മകൻ ചിരികണ്ഠൻ അവനവിടെയുണ്ട്. അറിയാം, പറയില്ല, മകനല്ലേ? ഈ കെ നയനാരും ഈ കൃഷ്ണപിള്ളയും ഇന്നലെ ഇവിടെ വന്നിരുന്നോ? പോലീസിനെ തല്ലിയ കൈ ലേ. ഞങ്ങൾ ശരിക്കും ആബേലച്ചനായിട്ട് മാന്നാനത്തൊരു പ്രോഗ്രാം, ആബേലച്ചൻ ഞങ്ങളുടെ കൂടെ വരികയാണ്. വരാനുള്ളൊരു കാരണമുണ്ട്. കാര്യം അന്ന് അവിടെ അച്ഛൻ നോട്ടീസ് കിട്ടി, കലാഭവൻ രാഘവന് സ്വീകരണം മാന്നാനത്ത്. അപ്പോൾ ഈ രാഘവൻ എന്ന് പറയുന്ന ആൾ കലാഭവൻ്റെ ഗാനമേളയിലില്ല, മിമിക്സ് പീരീഡ് ഇല്ല. ഇത് ആരാണെന്ന് അച്ഛനാകപ്പാടെ സംശയം. അപ്പോൾ ഇങ്ങനെ ഇയാളെ ഇങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് ഒരു വീട്ടിൽ അവിടെ നിൽക്കുന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വീട്ടിൽ ആ ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ജയമാർ ചേട്ടൻ കലാഭവനിലും കളിച്ചിട്ടുണ്ടോ? ആബേലച്ചൻ വണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ആബേലച്ചൻ്റെ അടുത്ത് വന്നിട്ട് ഇയാളിങ്ങനെ അച്ഛനിങ്ങനെ ചോദിച്ചു, ഇയാൾക്ക് എങ്ങനെയാണ് ഈ കലാഭവൻ എന്ന് പേരിട്ട്? കലാഭവൻ രാഘവൻ, ഇയാൾ ഞങ്ങളുടെ ഗാനമേള ട്രൂപ്പിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ കലാഭവൻ എന്ന് പേര് ചെയ്യുന്നത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, അച്ചോ ഇന്നാൾ കലാഭവൻ്റെ ഗാനമേളയുടെ വണ്ടി ഒന്ന് പോയപ്പോൾ എന്നെ ഒന്ന് തട്ടിയായിരുന്നു. ഇവിടെ 2 രാഘവന്മാരുണ്ട്, അന്ന് പോലെ എന്നെ കലാഭവൻ രാഘവൻ എല്ലാവരും വിളിക്കും. അതെ അതെ, അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു അനുഭവം പറയാറുണ്ട്. ഞാൻ കലാഭവനിലൊരു ഇൻ്റർവ്യൂവിന് വരുവാണ്. അപ്പോൾ പ്രചോദമൊക്കെ ഉണ്ട്. ആ ഇൻ്റർവ്യൂ സമയത്ത് ഏതാണ്ട് ഒരു 100-120 പേര് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് 2 പേർക്കും ചോറുണ്ണാനായിട്ടൊരു 15 രൂപ വെച്ച് തന്നു. അപ്പോൾ പ്രചോദി ചോദിച്ചു, ജയകുമാറെ നമ്മളെ എടുത്തോ? ഞാൻ പറയാം, എടുത്തു, ഇല്ലെങ്കിൽ പിന്നെ ചോറുണ്ണാൻ കാശ് കിട്ടത്തില്ലല്ലോ. ബാക്കിയുള്ളവർ കൊടുത്തിട്ടില്ല. ഞങ്ങളങ്ങനെ വാസിയിൽ നിന്ന് ചോറ് ഒക്കെ കൊണ്ടുവന്നത്. പിന്നെ ഒരു ദിവസം ഒരു അച്ഛൻ്റെ രസകരമായ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം അച്ഛൻ പറഞ്ഞ് ഇൻ്റർവ്യൂവിന് വേണ്ടി രഘുനാഥ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിരിക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ്, അച്ഛൻ ഞങ്ങളെല്ലാവരും വിളിച്ച് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്, ഒരാൾ ഇങ്ങോട്ട് വരാം, എല്ലാവരും ഇങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ ഞങ്ങളന്ന് പരിപാടി ഉച്ച കഴിഞ്ഞുള്ളതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞ്, എന്താ ഇയാൾ ചെയ്യുന്നത്? ഞാൻ അച്ചോ ഈ തവള പിടിക്കുന്നത് ഒരു മോണാക്ട് പോലെ തവള പിടിക്കുന്നത് കാണിക്കുമെന്ന് പറഞ്ഞു. ഇയാൾ തന്നെ പെട്രോൾ മാക്സുമായിട്ട് ഒച്ചയൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് തവളയെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചാക്കിൽ മറിച്ചിടാൻ നോക്കിയിട്ട് തെറിച്ച് ചാടിപ്പോകുന്നപ്പോൾ പിന്നെ തവളയെ പിടിച്ച് ചാക്കിലിടുന്നു. അവിടെ മുഴുവൻ ഓട്ടി നടന്ന് ചെയ്യുമോ, തവളെ പിടിക്കുമോ? ഞങ്ങളാണ് ചിരിച്ചിട്ട് ഇടപാടും വിടുന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, കൊള്ളാം, കുഴപ്പമില്ല, പക്ഷേ കലാഭവൻ ഇപ്പോൾ ഒരു ഗാനമേള ട്രൂപ്പും മിമിക്സ് ട്രൂപ്പും ഉള്ളൂ. ഒരു തവള പിടിക്കുന്ന ട്രൂപ്പ് ഇടുമ്പം താങ്കളെ വിളിക്കാം. അത് കഴിഞ്ഞ് വൈകുന്നേരം പറയാ, ജോസഫേ മുറിയെല്ലാം മുറുക്കി അടച്ച് ശ്രദ്ധിച്ചോണം, അയാളുടെ തവള എവിടെയെങ്കിലും മിസ്സായി പോയിട്ടോ നോക്കണം. ആ ഒരു അനുഭവം തമാശ മറക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ജയൻ ചേട്ടൻ, കലാഭവൻ ജയൻ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ 1 മാൻ ഷോ, അതായത് കാരിക്കേച്ചർ ചെയ്യുന്നുണ്ട്, അതുപോലെ പല പരിപാടികൾ 1 മാൻ ഷോയുടെ വിവിധ ഘട്ടങ്ങളായിട്ട്. ഇപ്പോൾ അമേരിക്കയിലായിരുന്നു, ജയചേട്ടനെ വിളിച്ചാൽ ഇപ്പോൾ കിട്ടാനൊന്നും പോകുന്നില്ല. ചേട്ടാ, അപ്പോൾ നമ്മുടെ കാരിക്കേച്ചർ ഉണ്ട്, അമേരിക്കയിൽ പോയി 1 മാൻ ഷോ തകർത്തുന്നു. 3 മാസം അമേരിക്കയിലായിരുന്നു. അപ്പം മനുഷ്യമായിട്ട് എന്തായിരുന്നു അവിടെ പരിപാടി? അവിടെ ഒരു പ്രോഗ്രാമുകളുണ്ടല്ലോ. സാജു മാളിക്കിലാണ് എന്നോട് കൊണ്ടുപോയത്. അപ്പം ഓണപരിപാടിക്ക് 3 സെക്ഷനായിട്ട് ഒരു ചാക്യാര് ചെയ്യും, പിന്നെ 1 മാൻ ഷോ, പിന്നെ മണിയുടെ നടപാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോയത്. മാളച്ചേട്ടൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാം. കാര്യം മാളച്ചേട്ടനെ ഏറ്റവും നല്ല രസമായിട്ട് അനുകരിച്ചു കൊണ്ടിരുന്ന ആളാണ്. അല്ലേ, പറഞ്ഞിട്ട് വരില്ല, അല്ല പറഞ്ഞാൽ അറിയാനും കൂടുതലും ചെയ്യും. കൂടുതലേ കൊടിപ്പലി കൊടുതേ ചക്രപണിവൻ വാക്കിയ അപ്പോൾ നൗഷാദിക്ക, ഇനിയിപ്പോൾ നൗഷാദിക്ക യുവജനോത്സവ വേദികളിൽ ഇപ്പം ഏറ്റവും അധികം മത്സരാർത്ഥികൾ സമ്മാനം മേടിക്കുന്നത് നൗഷാദിക്ക ട്രെയിനിങ്ങിലൂടെയാണ്. അത് മിമിക്രി ആയാലും മോണാക്ട് ആയാലും. ഇതെങ്ങനെയാണ് ഇങ്ങനെ വേർതിരിഞ്ഞു പോകുന്നത്? അത് സിനിമയിൽ നിന്നൊക്കെ വിട്ട് നേരെ അതിലേക്ക് പോകാനുള്ള കാരണം എന്താണ് നൗഷാദിക്ക? അതൊരു നിമിത്തം, കാരണം അതിനും കാരണക്കാരൻ അച്ഛൻ തന്നെയാണ്. ആബേലച്ചൻ അച്ഛനാണ്. കാരണം ഒരിക്കൽ കലാഭവനിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ പഠിപ്പിക്കണമെന്ന്, ഏതൊരു മിനിസ്റ്ററുടെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്
അവിടെ വന്നു, കലാഭവനിൽ വന്നു. ആ കുട്ടിക്ക് മോണോആക്ടോ മിമിക്രി എന്തോ പഠിക്കണമെന്നും പറഞ്ഞ് വന്നു. ഒരു വർഷം പഠിപ്പിച്ചു, ആ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടി. അടുത്ത വർഷം ഒരു കുട്ടി വന്നു, ആ കുട്ടിക്കും സ്റ്റേറ്റിൽ ഫസ്റ്റ് വന്നു. പിന്നത്തെ വർഷം ഒരു കുട്ടി വന്നു, അപ്പോഴും ഫസ്റ്റ് വന്നു. ഇപ്പോൾ മുടങ്ങാതെ ഒരു 23 വർഷമായി സ്റ്റേറ്റ് വിന്നേഴ്സ്. ലാസ്റ്റ് ഇയറിൽ എല്ലാ കാറ്റഗറിയിലും 30ഓളം കുട്ടികൾ സ്റ്റേറ്റിൽ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഒരു വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 100 കുട്ടികളെങ്കിലും എൻ്റെ അടുത്ത് മോണോആക്ട് ഏറ്റവും മിനിമം പരിശീലിക്കുന്നു. അല്ല, അതിലുപരി തന്നെ നൗഷാദൊക്കെ ചെയ്യുമ്പോൾ മലയാളത്തിലെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഫിലോമിനി ചേച്ചിയെ വളരെ രസകരമായിട്ട് ചെയ്യാറുണ്ട് നൗഷാദൊക്കെ. അതായത് എനിക്ക് ഏറ്റവും വലിയ സങ്കടവും സന്തോഷവും, ഞാൻ അന്ന് പറഞ്ഞ ഫിലോമിനയുടെ അതേ ഡയലോഗാണ് ഇപ്പോഴും ഉള്ളവർ. നീ ആരാണ്ട തുക്കുടി സാഹിബിന്റെ മോനാ? ചക്കാത്തി ഇങ്ങോട്ട് വന്നേ. നിന്റെ ഇരിക്കുന്ന തീപ്പെട്ടിയാണെങ്കിലേ എന്റെ ഇരിക്കുന്ന പെട്രോളാണ് ചക്ക കത്തിച്ച് കഴിഞ്ഞാൽ ദേ കിടക്കുന്ന ഡീം. ഓക്കെ, എന്തായാലും നമ്മൾ സജീവേട്ടൻ നേരത്തെ മണിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞു. മണിച്ചേട്ടനെ ഏറ്റവും കൂടുതൽ മണിച്ചേട്ടൻ്റെ സീരിയസ് ഡയലോഗുകളൊക്കെ അനുകരിക്കുന്ന ഒരാളാണ് നമ്മുടെ സിനാജാണ്. സിനാജ് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ആ ഡയലോഗൊക്കെ എത്രയോ കയ്യടി വാങ്ങിച്ചാണ് സിനാജ്. സിനാജ് ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് തിരക്കിലാണ് അല്ലേ? തീർച്ചയായിട്ടും. എന്താ അഭിനയത്തിലാണോ? അഭിനയം നടക്കുന്നുണ്ട്, എല്ലാം അറിയാലോ. ഇപ്പം കട്ടപ്പന ഋതിക് റോഷനകത്ത കഥാപാത്രം പറഞ്ഞ പോലെ നമ്മൾ ഈ രൂപ വേണ്ട എല്ലാത്തിനകത്ത് നമ്മൾ കൊട്ടേഷൻ ആക്കിയിരിക്കുക. കൊട്ടേഷൻ അതിനും വിളിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പരിചയപ്പെടാൻ തന്നെ ചില ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്. കാണുമ്പോൾ നമ്മളെ, പക്ഷെ നമ്മളൊരു ചിത്രകാരനാണെന്നോ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നുള്ളതൊക്കെ ഉണ്ടെങ്കിലും ആക്ട് ചെയ്യുമ്പോൾ അവരിപ്പോഴും ഒരു റഫായിട്ട് നമ്മളെ കാണുന്നത്. ഇപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലും ആക്ടിങ് ലാസ്റ്റ് ചെയ്ത് ഇടിയെന്ന് പറഞ്ഞ പടം, അത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർണൻ എന്ന് പറഞ്ഞ ബിഗ് ബഡ്ജറ്റ് മൂവിയുടെ സ്റ്റോറി ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു 300 കോടിയാണ് ബഡ്ജറ്റ്. അപ്പോൾ അതിൻ്റെ ഫുൾ ക്രിയേറ്റീവ് ഞാനാണ്. അപ്പോൾ പിന്നെ കഴിഞ്ഞ പടം നമ്മുടെ ചാർലി ചെയ്തായിരുന്നു, പിന്നെ ഹണീബി, പത്തേമാരി, പിന്നെ ഇപ്പോൾ ഫഹദ് വാസിൻ്റെ റാഫി സാർ പടം, ദിലീപേട്ടൻ്റെ ഡിങ്കൻ. തീർച്ചയായും. പിന്നെ ഇപ്പോൾ ജിത്തി ജോസഫ് സാറിൻ്റെ ലക്ഷ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫുൾ 7800 ഫ്രെയിംസ് വരച്ച് 4 മാസം കൊണ്ട്. അല്ല, പറഞ്ഞതെന്ന് വെച്ചാൽ മിമിക്രിയിൽ നിന്ന് ചില ആൾക്കാർ ഡയറക്ടറായി മാറും. നാദിർ ഷാ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സിദ്ദിഖ് സാർ ഉൾപ്പെടെ ഡയറക്ഷനിലേക്ക് മാറി. ചില മിമിക്രിക്കാർ ലിറിക്സിലേക്ക് മാറി. ചില കഥ എഴുതുന്ന ആൾ മാറി. വിഷ്ണു, ഇപ്പം അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ ഇതിലോട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നസീർക്കയാണ്. കാരണം മിമിക്രിയിൽ ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന നസീർ കോട്ടൻ നസീർക്കയാണ്. അദ്ദേഹം ഞങ്ങൾ അന്ന് ജയസൂര്യ ഉണ്ടപ്പക്കുറു, സോമരായണനെ, നസീർ സംക്രാന്തി, ഞങ്ങളെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കലാഭവൻ വേൾഡ് ടൂർ പോവുകയുണ്ടായി. ആ സമയത്ത് കേരളത്തിൽ കലാഭവൻ്റെ കുറേ ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ വാക്കെ പ്രചോദ, ഷാജാൻ, ജയകുമാർ, അങ്ങനെ ഒരുപാട് പേര് പോയപ്പോൾ നാട്ടിലെ കലാഭവനെ കളിക്കാൻ കുറേ പ്രോഗ്രാംസ് വന്നു. അപ്പോൾ അത് വിടണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അതിൽ കലാഭവൻ പ്രോഗ്രാം ഉള്ളപ്പോൾ നമ്മൾ നസീർക്കാട് ഡിസ്കവറി ചാനലിൽ നിന്ന് കുറേ ആർട്ടിസ്റ്റുകളെ പെറുക്കിയെടുക്കാമെന്ന് പറഞ്ഞു, ഒരു 4-5 പേരെ. അന്ന് സിനാജ് കലാഭവൻ മണിച്ചേട്ടനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ മണിച്ചേട്ടൻ്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കലാഭവനിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ എന്നെ മാത്രം അച്ഛൻ സെലക്ട് ചെയ്ത്. അച്ഛൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ അന്തൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എൻ്റെ പേരറിയത്തില്ല. അപ്പോൾ ഷിബുജോൺ പറഞ്ഞു അന്തനോട് നിൽക്കട്ടെ. അപ്പോൾ ഷിബുജോൺ പറഞ്ഞു കലാഭവൻ സിനാജാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കലാഭവൻ സിനാജ് എന്നുള്ള പേര് സ്വീകരിക്കുകയും അങ്ങനെ അച്ഛൻ നമ്മളെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു ഓർമ്മയാണ് ശരിക്കും വാസന്തി ലക്ഷ്മി. പിന്നെ ഞാൻ സിനിമയിൽ വാസന്തി എൻ്റെ കൊച്ചേട്ടൻ വന്നു. വേറൊരു കാര്യമുണ്ട്, എൻ്റെ കൊച്ചേട്ടൻ ഒരു പാട്ട് വേണം. എൻ്റെ മനസ്സിൽ കുറിച്ച ചെറിയ ഗാനം എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, രക്ഷിക്കണം. അല്ലത് കേട്ടോളീൻ. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാര് പണ്ടൊരു ചെണ്ട, കോലോണ്ടി തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കൃഷ്ണേട്ടാ, ഇത് വാസിന്റെ കണ്ണി മീൻ കൊത്തി സാറുന്ന ബാവാ സാറിഞ്ഞ് ഹസ്ബങ്ങളെ പോസ്റ്റായിട്ട് ചെയ്യേണ്ടത്. ബാവാ വാസി വച്ചിട്ട് പോവാ. അന്നുള്ള ലോകം എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. താങ്ക് യു.
കൊടുക്ക്, കൈ കൊടുക്ക്. സാഞ്ചേട്ടാ അവിടെ ഒരാളിരുന്ന് കരയുന്നുണ്ടോ? സരിക ഇരുന്ന് ഭയങ്കര കരച്ചില്ല. സരിക പെട്ടെന്ന് ഇത് കേട്ടാൽ കരയുന്ന ഒരാളാണ്. അച്ഛൻ കലാഭവനിൽ നിന്ന് ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കാൻ പോയി, ഒരുപാട് പേര് സംവിധായകരായി, ഒരുപാട് പേര് തിരക്കഥാകൃത്തുകളായി. സായഞ്ചേട്ടൻ പോകുന്നത് നേരെ ഡബ്ബിംഗ് മേഖലയിലേക്കാണ് ഇല്ലേ സായടാ? അതെ അതെ. അന്ന് ഇഷ്ടംപോലെ നടന്മാരെ അനുകരിച്ച്, എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി ചേട്ടനെ ഏറ്റവും കൂടുതൽ അനുകരിച്ച് കൈയിടി മേടിച്ച ആളാണ്. അതെ, ഞാൻ ഏകദേശം ഒരു 21 കൊല്ലം മുമ്പ് വേദി വിടുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കൈയ്യടി കിട്ടിയിട്ടുള്ളത് മമ്മൂക്കായുടെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ ശബ്ദം. ആ സുരേഷ് ഗോപിയുടെ അനുകരിച്ചപ്പോൾ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട്. കാര്യം നല്ല കോൺഫിഡൻസ് ആയിരുന്നു സുരേഷ് ഗോപി അനുകരിച്ചു കൊണ്ടിരുന്നത്. അതായത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കൈയുടെ ബഹളമായിരുന്നു. പക്ഷെ ഒരു സ്റ്റേജിൽ പെട്ടെന്ന് ഒരു പണി കിട്ടിപ്പോയി അല്ലേ? ഓ, 8 മണിക്ക് ഒന്ന് കലാഭവന്റെ വണ്ടി വിടുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എത്തിയപ്പോ 10 മണിയായി. അല്ല, 8:10 ആയിട്ടുള്ളൂ. അത് വണ്ടി വിട്ടു, താൻ പോയിക്കോ, തിരുവനന്തപുരത്ത് ഇവാനിയോസ് കോളേജിലാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. ഞാൻ നേരെ അത് വണ്ടിക്കൂലിക്ക് പൈസ വേണമെങ്കിൽ എത്രയും തരാം, അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ പൈസ മേടിച്ചോ. ഇവിടുന്ന് അപ്പൊ അവിടെ 2 മണിക്ക് പ്രോഗ്രാമാണ് അവിടെ ഇവാനിയോസ് കോളേജിൽ. ഞാനിവിടുന്ന് തപ്പിപ്പിടിച്ച് അവിടെ ചെന്നു 2:45 3 മണി കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇവാനിയോസ് കോളേജിന്റെ മുറ്റത്തെത്തി. അപ്പൊ അന്ന് ജയൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എടാ സാജനില്ല, സാജൻ എത്തിയിട്ടില്ല, പകരം നീ സ്റ്റാർ കംപ്ലീറ്റ് ചെയ്യുക, കുറച്ച് ഏതെങ്കിലുമൊക്കെ സ്റ്റാർ എടുത്തിട്ട് ഫില്ല് ചെയ്യുന്ന പറഞ്ഞ് ജയൻ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ 2nd ഫ്ലോറിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്, ഹാള്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഓടുവാണ്, സ്റ്റെപ്പ് കയറി ടക്ക് ടക്ക് ടക്കേന്ന് അവിടെ ഓടിച്ചെന്നു. ദേ സാജൻ വന്നു. ഇനി സാജന്റെ സുരേഷ് ഗോപി അനൗൺസ് ചെയ്യും, കാരണം ഏറ്റവും കൂടുതൽ കൈഡി കിട്ടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് കയറി സുരേഷ്, ഇതാ അതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല, എന്നെ കണ്ടിട്ട് പോലുമില്ല ഈ കുട്ടികൾ. പെട്ടെന്ന് കയറി ഞാൻ സുരേഷ് ഗോപി ആയിട്ട് വരികയാണ്. ഒരൊറ്റ കൂവലാണ്, എനിക്ക് ശ്വാസം കിട്ടാനുള്ള. അവസാനം ഇറങ്ങി പോയനടേ, പറ്റൂല തന്നെ കൊണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഞാൻ ആകെപ്പാട് പ്രതീക്ഷിക്കുന്ന കയ്യടിയാണ് ഫസ്റ്റ്. ഇങ്ങനെ ഒരു നിമിഷം ഒന്ന്. അപ്പോൾ സോബി പെട്ടെന്ന് സൗണ്ട് സിസ്റ്റം കംപ്ലൈന്റ് എന്നുള്ള രീതിയിലാക്കി വെച്ചു. ഒരു 2 മിനിറ്റ് എനിക്ക് തന്നു. ഇതാ മലയാളത്തിന്റെ മെഗാസ്റ്റാർ അഭിനയ ചക്രവർത്തി മമ്മൂട്ടി എന്ന് പറഞ്ഞു. ഞാൻ കയറി ഞൊന്നാണ്ട് വീണ്ടും വന്ന മനുഷ്യരെ കൊളാക്കാൻ. ഈ ചിരി അങ്ങ് ഇട്ടതോടുകൂടി കൂവലൊക്കെ മാറിയിട്ട് കയ്യടിയിലോട്ടായി. പിന്നെ നിന്ന് തിരിയേണ്ടി വന്നില്ല, 1 by 1 ആയിട്ട് വെച്ചൊരലക്കം കലക്കി. അത് നമുക്ക് വേറൊരാൾ നമുക്ക് വിശ്വനിലേക്ക് വരാം. കാര്യം വിശ്വന്റെ കഥ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കരമാണ്. കാര്യം വിശ്വൻ ഈ ഡയലോഗ് കയ്യടി കിട്ടി കഴിഞ്ഞാൽ ഡയലോഗ് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരാളാണ്. അതായത് ഓരോ സ്റ്റാറിനെ അനുകരിക്കും, കയ്യടി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വിശ്വൻ ഡയലോഗ് മറന്നു പോകും, ചിലപ്പോൾ ഡയലോഗ് മാറി. വിശ്വ, നമുക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങാം. ഞാൻ ഈ പറഞ്ഞ മാതിരി മലയാള സിനിമയിലേക്ക് ഡബ് ചെയ്ത് ശങ്കരാടി ചേട്ടനാണ്. അതായത് ഒരു 3 തലമുറ കണ്ടു. എൻ്റെ അച്ഛനും കണ്ടു, ഞാൻ കണ്ടു, എൻ്റെ മകളും കണ്ടു ആ നാട്ടിനെ. മിമിക്രിയിൽ നിന്ന് കിട്ടിയതിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ മുകളിലേക്ക് ഒന്നും കിട്ടാനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിന് പറയാനൊരു കാരണമുണ്ട്. പണ്ട് കലാവിൽ മിമിക്രി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ടൗൺ ഹാളിൽ മിമിസ് പരേഡിൻ്റെ അവിടെ എന്തോ മിമിക്രി മത്സരം നടക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു മോണാക്ട് മത്സരമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കലാവിലേക്ക് വന്നിട്ട് പറഞ്ഞു ആരെങ്കിലും വന്നൊന്ന് മാർക്കിടാൻ വന്നിരിക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നോക്കിയപ്പോൾ എവിടെ ചെന്നാലും ഞാൻ മാത്രമേ ഉള്ളൂ. ചെല്ല് വിശ്വൻ ചെല്ല്. ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ അത് കഴിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചേ എങ്ങനെ ഉണ്ടായിരുന്നു മിമിക്രി മോണാക്ടൊക്കെ നന്നായിരുന്നോ? ഞാൻ പറഞ്ഞു അച്ഛൻ ഒരു നിലവാരമില്ല അച്ഛൻ, വെറുതെ മോശം, വെറുതെ അല്ല തന്നെ വിളിച്ചോണ്ട് പോയത്, അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ വന്നു, കലാഭവനിൽ വന്നു. അല്ല വിശ്വയ, അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അച്ഛനോട് അത് തന്നെയല്ലേ എനിക്ക് എപ്പോഴും പറ്റിയാണ് മണ്ടത്ര. ഇതുപോലെ ഞാൻ ലോൺ മേടിക്കാൻ ചെന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു കാലത്ത് 12 മണിക്ക് ഞാൻ വന്ന് ഒരു 500 രൂപ ഇരുന്നിട്ട് വൈകിട്ട് 6:30 വരെ തന്നെ ഇരുത്തി. വൈകുന്നേരം 6 കഴിഞ്ഞപ്പോൾ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി കൂടെ ആയിട്ട് പുറകെ പോരെന്ന് പറഞ്ഞു. ഞാൻ നടന്നു. റെയിൽപാളത്തിൽ കൂടെ നടക്കണമെന്ന് എനിക്കറിയില്ലോ, ഞാൻ വന്നിടെയാണല്ലോ. റെയിൽപാളത്തിൽ കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കഥ മഹാത്മാഗാന്ധി പട്ടിണി നടന്നപ്പോൾ വയറ് മുറിക്കുക കഥയൊക്കെ എനിക്ക് മനസ്സിലായി. കലാഭവൻ 10 ദിവസം ലോൺ കിട്ടില്ല, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെല്ലട്ടെ. അപ്പൊ എനിക്ക് കിട്ടിയ അനുഭവമൊക്കെ. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഒരു കലാകാരനായിട്ട് വന്നിട്ട് ഞാൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ശങ്കരാടിക്ക് ഡബ് ചെയ്യാന്ന് പറഞ്ഞു. 3 തലമുറ കണ്ടു ഞാൻ ആ സിനിമയിൽ. അന്ന് ഡബ് ചെയ്ത ഡയലോഗ് ഇപ്പോഴും പറഞ്ഞാലോ ഒന്ന് പറഞ്ഞു നോക്കാം. ഇപ്പൊ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റി. അവിടെ നിക്കവിടെ ഏടോ ശക്തിയുള്ളവന് നാട്ടിപ്പാതി എന്നൊരു പഴഞ്ചൊല്ലി. എൻ്റെ കുഞ്ഞിനാളിലെ
ഞാനിങ്ങനെ നല്ല വെണ്ണുരുള പോലെ ഇരുന്നതാ. ഞാനിങ്ങനെ കുണുങ്ങി 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 നടന്നുകൊണ്ടത് കാണുമ്പോൾ നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന പെമ്പിളേര് കണ്ട അപ്പം പറയും ദേ കുട്ടിയാണ് വരുന്നത്. അപ്പം ഈ വയസ്സം പോയിട്ട് പിന്നെ വരാം. കിടിലമായിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ കലാപനിൽ കളിച്ചോണ്ടിരുന്നപ്പോൾ വേറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ കലാപന്റെ പരിപാടി ഏതാണ്ട് ഇങ്ങനെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് സ്റ്റാർ ഇട്ടേക്കാം. സ്റ്റാർ തിരുവിലാമല സ്റ്റേജാ, സ്റ്റാർ ഇട്ടേക്കാം. ഈ പറഞ്ഞ മാതിരി പ്രചോദി വന്നു, ഷാജോൻ വന്നു, സർവത്രമൊക്കെ തട്ട് മേടിച്ചു പോണു. അവസാനം പറഞ്ഞ വിശ്വന്റെ ശങ്കരാടി ഇട്ടേക്കാം. അവിടെ തട്ട് കൊടുക്കാൻ അല്ല, അവിടെ ഞാനിട്ട് രക്ഷകരായിട്ട് വിശ്വന്റെ ശങ്കരാടി ഇട്ടേക്കാം. ഞാൻ വന്നു ഇതേപോലെ പറഞ്ഞു അവിടെ നിൽക്കുക അവിടെ എന്ന് പറയാൻ ഏതാണ്ട് ഒരു തിരമാലടിക്കുമ്പോൾ ജനങ്ങളുടെ കയ്യടി ഇട്ട് വന്നു. കയ്യടി ഒന്ന് ഒരു കണക്കിന് ഇത് കാണാപ്പടം പഠിച്ചു വെച്ചേക്കുള്ള, ഞാൻ ഒരു കണക്കിന് ശങ്കരാടി പറഞ്ഞു എടുത്തോണ്ട് പോകുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്കുന്നുണ്ട്. പക്ഷേ അപ്പൊ ബെന്നിയാ മാനേര്. അപ്പൊ ബെന്നി പെട്ടെന്ന് പറഞ്ഞു വിശ്വന് കണമുണ്ട്, വിശ്വന് കണമുണ്ട്, വിശ്വന് കണമുണ്ട്, ബാക്കി ആരും പോണ്ട, നീ പോണ്ട, വിശ്വന് കണമുണ്ടെന്ന് പറഞ്ഞു. അതിന് മുമ്പ് ബെന്നിച്ചന്റെ ഡയലോഗ് മറന്നുപോയി. പുള്ളിയുടെ എം ജി സോം നേരെ തിരുമേനി ഈ പച്ചൻ പള്ളക്കൂടത്തിൽ പോയിട്ടില്ല. ഏതാ ഡയലോഗ്? ഇതിങ്ങനെ പറഞ്ഞോ? ഇത് ഞാനാണ്. നേരെ തിരുമേനി ഈ പച്ചൻ പള്ളക്കൂടത്തിൽ പോയിട്ടുണ്ടോ? നീ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടോ? മരംപെട്ടുകാരനല്ല, കൺമുമ്പിൽ വെച്ചിട്ട് അമ്മച്ചി, പിന്നെ പുള്ളിയായി ബെന്നിയായി. അത് കഴിഞ്ഞിട്ട് ബെന്നി വന്നു. ഒരു മിനിറ്റ് അങ്ങോട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ബെന്നി വന്നിട്ട് നെടുകുടി വേണ്ടി കിട്ടു. അപ്പൊ അപ്പന്റെ ശവശരീരം മടുത്തു. അമ്മയുടെ ശവശരീരം ആറ്റിക്കൂടെ ഒഴുകി പോകുന്നത് 10-25 കൊല്ലമായ ശവം ഇങ്ങനെ ഒഴി കിടക്കണം. ഒന്ന് വലിച്ചടിച്ച് കുടിച്ചിട്ടാണ്. അപ്പൊ ബെന്നിയുടെ 2 എണ്ണം പൊട്ടി. അപ്പോഴാണ് ഇദ്ദേഹം കയറിച്ചല്ലേ. ശങ്കരാടി പറഞ്ഞു തരമാല അടിച്ചു. അപ്പൊ ബെന്നി പറഞ്ഞു വിശ്വന് കളമുണ്ട്, വിശ്വന് കളമുണ്ട്, വിശ്വം ചെയ്യ മമ്മൂട്ടി. അപ്പൊ വിശ്വനോട് ഞാനെന്തുട്ടാണ് ഏത് മമ്മൂട്ടി ചന്തക്കാട് വിശ്വം ചെയ്തോണ്ടിരുന്നല്ലേ, ഞാനെന്താ ചെയ്യണത് പള്ളാന്ന് പറയപ്പോ പെടുന്നത് എന്തേലും ചെയ്യുന്ന ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ മമ്മൂട്ടി പറയാൻ പറ്റുവാണ്. നേരെ മമ്മൂട്ടി പറയാൻ കയറി വരട്ടെ. അതപ്പോ അന്ന് താടിയൊക്കെ ഒരുപാടുണ്ട്. ഒരു ജുബ്ബ വാത്സല്യം സിനിമ. അല്ലല്ല, സംഗതി മഹായാന സിനിമ. മഹായാന. ഓക്കെ. ചന്തക്കാട് വിശ്വം വരാണ്. മഹാനഗര സിനിമ. താടിയൊക്കെ വെച്ചേക്കൊണ്ട് ജുബ്ബയൊക്കെ ഇട്ടു, ഏതാണ്ട് തലമുടിയെ കെട്ടിയപ്പോ അതേ വന്നേക്കൊണ്ട് വിശ്വം കണ്ട് അവർക്ക് വെറുതെ മമ്മൂട്ടിയായിട്ട് വന്ന ഒരു കയ്യടി അവിടെ. ഞാൻ ഞെട്ടിപ്പോവാണ് കയ്യടിയായിട്ട്. നേരെ വന്നു മൈക്കിന് മുമ്പിലേക്ക്. മഹാനഗരത്തിലെ ഡയലോഗ് മാറിപ്പോയി. എന്ത് പറയും ആലോചിച്ചപ്പോഴാണ് കിട്ടിയ. മേലെടുത്തരാവുന്ന ഒരു ജെറ്റ് തന്നെയാ. ഇക്കാണുന്ന മണ്ണും പറമ്പിൽ എന്റെ ചോര നീരും തന്നെയാ. അപ്പൊ കയ്യടി ചപ്പാത്തി ചെയ്ത് പടിയിറങ്ങാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഒരു സംഗീതറെ പടവരായിട്ട് പടി കയറി വന്നു. അവിടെ കുഞ്ഞപ്പാപ്പ പോരെ, ഇനി ഒരു പരിപാടി വിളിയാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? മമ്മൂട്ടി പറഞ്ഞുകൊണ്ടിരുന്ന കയ്യടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്തിനാ കയ്യടി വന്നതെന്ന് അറിയാൻ പാടാതെ ചപ്പാത്തി കാണാൻ പോയെന്ന് പറഞ്ഞ് അങ്കനാടിയായിപ്പോയി. ഒന്ന് കൊല വിളിച്ചു. അതോ കണ്ടം പൂട്ടിട്ടേക്കായിരുന്നേ. ഈ കണ്ടത്തിലായിരുന്നു സ്റ്റേജ്. അപ്പൊ ഉഴുതിട്ടേക്കുവാ. കുറച്ച് കഴിയുമ്പോ സ്റ്റേജ് മൊത്തം കണ്ടോ എന്നറിയോ കട്ട പറക്കി എറിഞ്ഞ് അത് പൊളിച്ചടുക്കി കൊടുത്തു. ഇത് കോട്ടനസർ ഞാനൊക്കെ ചെയ്യപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് ഒരാൾ വരികയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ബാലേന്ദ്രമൻ ഇട്ടില്ല എന്ന് പറഞ്ഞ ഒരാൾ വന്നു. പുള്ളി പറഞ്ഞിട്ട് എനിക്ക് തൃപ്തിയായി. അപ്പൊ അവിടെ ഞങ്ങൾക്ക് തൃപ്തിയായില്ലടാ എന്ന് പറഞ്ഞിട്ട് അവരെ ഓടിച്ചു കിട്ടില്ല. കലാഭവൻ സരിക എന്ന് അറിയപ്പെട്ട് ഒരുപാട് വിദേശ ടൂറുകളിലൊക്കെ പ്രോഗ്രാം ചെയ്ത് സരികയുടെ ഏറ്റവും വലിയ ഐറ്റം എന്ന് പറയുന്നത് പാട്ടുകാരെ അനുകരിക്കുന്നുണ്ട് അല്ലേ സരിക? എന്തായാലും എനിക്ക് വളരെയധികം എനിക്ക് തോന്നുന്നു സരിക കലാഭവനിൽ എത്തിയത് എങ്ങനെയാണെന്ന് ഒന്ന് പറയണം. കാര്യം ഇവിടെ അതാണ് ഞാൻ എനിക്ക് ഭയങ്കര ഞെട്ടിരിക്കുക. കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ പ്രസാദം പറഞ്ഞു കേട്ടു 80 കലാഭവനിൽ ചേർന്നു എന്ന്. കാരണം 80 ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ അല്ല സത്യം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഈശ്വര ഞാൻ ജനിച്ചിട്ട് പോലും. അപ്പൊ ഈ പ്രസാദനൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയത് മിമിക്രി എന്ന് പറയുന്ന ഒരു കല ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ്. അതിൽ ഞാൻ എന്നെ ആ രംഗത്തേക്ക് കൊണ്ടുവന്ന എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പം ഈ അവസരത്തിൽ ഞാൻ വളരെയധികം ഓർക്കുന്നു. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ കേരളോത്സവത്തിൽ എനിക്ക് എറണാകുളം വെച്ച് നടന്ന മിമിക്രി മത്സരത്തിൽ എനിക്ക് അന്ന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ ജഡ്ജസ് ആയ ആൾക്കാരാണ് ഒന്ന് അൻസാർ ഏട്ടനും അനീഫിക്കായിരുന്നു. അല്ല അപ്പൊ അന്ന് എന്റെ ജഡ്ജായിരുന്നവരുടെ മുമ്പിൽ എനിക്ക് ഒന്നുകൂടെ ഇരുന്ന് പെർഫോം ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വന്നത് ഈ ഗായികമാരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ്. കലാഭവനില് ഇന്റർവ്യൂവിന് വരുമ്പോൾ ചിലർ പാട്ട് പാടാൻ വരുമ്പോൾ അച്ഛൻ എന്നെ പറഞ്ഞു ജിമ്മി ഒന്ന് പാട്ട് നോക്കാൻ പറയും. അപ്പൊ ഞാൻ പാടുമ്പോൾ ഈ വെള്ളി വീഴും. അപ്പൊ ഞാൻ പറഞ്ഞു ഭയങ്കര വെള്ളിയാണ്, പറ്റില്ല, അത് ശരിയാവില്ല എന്ന്. അപ്പൊ എന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ ഒരു ദിവസം വേറെ പുതിയൊരു പാട്ടുകാരൻ വന്നു. പാട്ടുകാരൻ വന്നപ്പോൾ ഇപ്പം പാടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് വെള്ളിയും ഇത് പറ്റണില്ല, പ്രിസ്റ്റൊന്നും ശരിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ല മോനെ, അത് ശരിയാവില്ല എന്നപ്പോൾ അപ്പോൾ എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ പാടണമെന്ന് പറഞ്ഞു.
അച്ഛനെ വിളിച്ചിരുന്നു. അച്ഛൻ വന്നപ്പോൾ ഏതൊരു പാട്ട് രാമായണ കാറ്റേ ഒച്ചുണ്ടാക്കി പാടാണ്. അപ്പം അച്ഛൻ പറഞ്ഞ് താൻ ഇങ്ങനെ പാടിയ കരക്കാര് കല്ല് വെച്ച് എറിയും എൻ്റെ മുഖത്ത്, ഒരു പണി ചെയ്യാം. കഴിഞ്ഞ ആഴ്ച ഒരു ഗാനമേള വെള്ളി പാടി കൊടുത്താൽ വന്നില്ലേ, അവനെ ഇവനെയും കൂടി കൂട്ടി നമുക്ക് വെള്ളി ഗാനമേള നടത്താവും. ഓക്കെ, എന്തായാലും ഈ സൈഡ് പെർഫോമൻസിന്റെ ബഹളം വരാം. ഞാൻ പറയുന്നത് ഇതായിരുന്നു. ആ സൈഡിൽ ഒരു പെർഫോമൻസും കൂടെ വരാനുണ്ട്. പക്ഷെ ഈ ജിമ്മി ഒരു ഗായകൻ മാത്രമല്ല, ജിമ്മി ഒരു മ്യൂസിക്കാരൻ കൂടിയാണ്. ഞങ്ങള് പണ്ട് ഡൽഹിയിലൊക്കെ പരിപാടിക്ക് പോയപ്പോൾ ആളെ തേക്കാനായിട്ട് ജിമ്മിയെ സ്റ്റേജിൽ കയറ്റി നിർത്തുമായിരുന്നു. ജിമ്മി നന്നായിട്ട് മ്യൂസിക് കാണിക്കുമായിരുന്നു. ഇപ്പോ ജിമ്മി നമ്മുടെ മുൻ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയെ കാണിക്കും. അപ്പൊ അൻസാർക്ക തീർച്ചയായിട്ടും നമുക്ക് ജിമ്മി ചേട്ടന്റെ കുഞ്ഞാലിക്കുട്ടിയെ കേൾക്കാം അല്ലേ? മന്ത്രി ശ്രമിച്ചു നോക്കാൻ. ഉണ്ട് അങ്ങനെ മുസ്ലിം ലീഗ് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്ത അതിന്റെ പ്രതികാരം നിങ്ങളാണ് ആലോചിക്കേണ്ടത്. അതെ അതെ, എന്നാ നമ്മുടെ പാർട്ടിയുമായിട്ടുള്ള അതൊക്കെ നിങ്ങളുടെ പാർട്ടി പോയി പറഞ്ഞാൽ മതി. അത് എൻ്റെ അടുത്ത് പറയണ്ട. മുസ്ലിം ലീഗ് അങ്ങനെ പോവില്ല. ഏതായാലും പെർഫോമൻസിന്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ താളം തല്ലിയിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ വിട്ടുപോയ ഒരാളുണ്ട്, നമ്മുടെ ഇന്നസെന്റ് ചേട്ടനെ ജോഷി വളരെ ഗംഭീരമായിട്ട് അനുകരിക്കും. ജോഷിയുടെ മാസ്റ്റർ പീസ് സാധനമാണ്. തീർച്ചയായിട്ടും ഇന്നസെന്റ് മുഖാന്തരമാണ് ഞാൻ കലാഭവനിലാണ് എത്തിയത്. അപ്പൊ ഇന്നസെന്റിന്റെ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കല്യാണരാമൻ എന്ന സിനിമ, ആ സിനിമയിൽ ചോറ് വിളമ്പുന്ന ഒരു മനോഹരമായ രംഗം. ആ രംഗം ഞാൻ ചോറുമായിട്ട് വരികയാണ്. ആർക്കാണ് ചോറ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പ്രചോദനം, ഞാൻ ചോറുമായിട്ട് പോവുകയാണ്. ലേശം ചോറ് വേണ്ട, മോര് കുട്ടി ഒരു പിടുത്തം പിടിക്കാൻ വേണ്ട, അല്ലെങ്കിൽ രസം കുട്ടി ഒരു പിടുത്തം പിടിച്ചാലോ? വേണ്ടാന്നേ. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പഴയൊരു ജിംനാസ്റ്റിക്ക, ഏത് നേരം എനിക്ക് കുമ്പിടാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്തിരി ചോറ് കേട്ടോ. തന്നോട് ഞാൻ ഇത്ര നേരം ചോറ് ചോറ് തന്നെയല്ലേ പറഞ്ഞേ, അല്ലാതെ അച്ഛനൊന്നും മാറിയില്ലല്ലോ. അയ്യോ, ഇവിടെ എന്താ പ്രശ്നം ചേട്ടാ? അല്ല രാമൻകുട്ടി, നായിന്റെ മോനോട് ഞാൻ ചോദിച്ചതാ ചോറ് വേണോ ചോറ് വേണോ ചോറ് വേണമെന്ന്. നീ ഇവിടുന്ന് പോകുമ്പോ നമ്മുടെ ആബേലച്ചൻ പല കാര്യങ്ങളും സീരിയസ് ആയിട്ട് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നും. അങ്ങനെ സംഭവമുണ്ട്. നമ്മുടെ കലാഭവനിലൊരു ശിവദാസ് എന്ന് പറഞ്ഞൊരു മിമിക് ഉണ്ടായിരുന്നു. അനീഫിൻ്റെ വലിയ ക്ലോസ് ഫ്രണ്ടാണ് ശിവദാസ്, പള്ളുരുത്തിന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ആസ്തമയുണ്ട്, വലിവിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ ഈ ആന്ധ്രയിൽ മീൻ വിഴുങ്ങിക്കഴിഞ്ഞാൽ വലിവ് മാറും. അപ്പോൾ ഇവൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് അച്ഛനടുത്ത് പോയിട്ട് അച്ഛൻ എനിക്കൊരു 500 രൂപ വേണം ലോണായിട്ട്. അപ്പം അടുത്ത പരിപാടിക്ക് 75 പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു തനിക്ക് എന്നാത്തിനാ ഈ 500? അപ്പോൾ ഈ ആന്ധ്രയുടെ കാര്യം അവൻ പറഞ്ഞു എനിക്ക് മീൻ വിഴുങ്ങാനാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറയേ ഒരു പണി, ഇത് 50 രൂപ ഉണ്ട്, 1 കിലോ കരിമീൻ മേടിച്ചിട്ട് വിഴുങ്ങി. അല്ല, അങ്ങനെയുള്ള ഒരുപാട് അച്ഛൻ്റെ വേറൊരു തമാശ. ഞാൻ നമ്മളൊക്കെ പണ്ട് കാലത്ത് എല്ലാവർക്കും ഹനീഫയ്ക്ക് റഹ്മാനിക്കൊക്കെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ആ ഐറ്റം നല്ല ഐറ്റം ആണെങ്കിൽ ആ ഐറ്റം ഒരു 4 വർഷമൊക്കെ അടുപ്പിച്ച് കളിക്കും, നല്ല സ്കിറ്റ് ആണെങ്കിൽ. അപ്പോൾ ഒരു യക്ഷിയുടെ ഐറ്റം അടുപ്പിച്ച് 4 വർഷം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മേളിൽ അച്ഛൻ വർഷത്തിലൊരു ഇത് റിഹേഴ്സൽ കാണാൻ ഒരു പ്രാവശ്യം വരും. അപ്പോൾ അച്ഛൻ അനൗൺസ്മെൻറ്റ് ആദ്യം തന്നെ തുടങ്ങും. അനൗൺസ്മെൻറ്റ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ കാലം മാറി കഥ മാറി എങ്കിലും പഴഞ്ചൊല്ലിന് മാറ്റമില്ല എന്നും പറഞ്ഞാണ് ഐറ്റം തുടങ്ങുന്നത്. അപ്പോൾ അച്ഛൻ ആദ്യത്തെ വർഷം ഞങ്ങൾ ഇത് കണ്ടിട്ട് പോയി. പിറ്റേ ദിവസം അച്ഛൻ വന്ന് ഞങ്ങൾ പറയും അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാൽ കുഴപ്പമുണ്ടോ? ഇല്ല, നമുക്ക് കളിക്കാന്ന് കാലം മാറി കഥ മാറി എന്ന് പറഞ്ഞാൽ അച്ഛൻ പോയി. 3-ാമത്തെ പ്രാവശ്യം അച്ഛൻ വന്ന് കേട്ടുപോയി. 4-ാമത്തെ വർഷം അച്ഛൻ വന്ന് ചോദിച്ചു എല്ലാവരും ഇങ്ങനെ വന്നേ, ഈ കാലവും മാറി കഥ മാറിയിട്ടും ഇതുവരെ ഈ ഐറ്റം മാറാറായില്ലേ? ചെറിയൊരു കാര്യം അച്ഛനിങ്ങനെ ചെല്ലുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരെ വലിയ ഇഷ്ടമാണ്. ഭക്ഷണം അതിനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന ആളുമാണ്. ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ വായിലെടുത്ത് വെച്ചിട്ട് നുണഞ്ഞിറക്കി ആസ്വദിച്ച് അച്ഛൻ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഭക്ഷണം ആരും കഴിക്കുന്നതൊക്കെ അച്ഛൻ ആ കഴിക്കുന്ന ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുകയും നല്ല ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അഹമ്മദാബാദിൽ അങ്ങോട്ട് പരിപാടി ബസ്സിനാണ് പോകുന്നത്, കലാവിൻ്റെ ബസ്സിന്. അപ്പോൾ പോണ വഴിക്ക് എവിടെയോ ഭക്ഷണം കഴിക്കാൻ നിർത്തി, ഹോട്ടലിൽ. അപ്പോൾ നിർത്തി കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നു, മണി ഇവിടെ ഇരിക്കുന്നു, ഈ നൗഷാദ് ഇപ്പുറത്തിരിക്കുന്നു, അച്ഛൻ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്നിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ചായ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ കുടിച്ചോണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ, നിങ്ങൾ വല്ലതും വാങ്ങിച്ച് കഴിക്കുക, ഇതിങ്ങനെ കഴിക്കാതിരുന്ന പരിപാടിക്ക് മോശമാവും, വേഗം പ്ലെയർ വിളിച്ചിട്ടുണ്ട് അവർക്ക് മട്ടനും ചിക്കനും പൊറോട്ടയൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നൗഷാദ് ഞങ്ങളൊക്കെ കൂടി ആർത്തി കൊണ്ടിങ്ങനെ വേഗം മട്ടനും ചിക്കനും കൊണ്ടു വെച്ച് ചപ്പാത്തിയും ഇതും കൊണ്ടു വെച്ചു. കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചു. ഇങ്ങനെ പകുതിയായപ്പോൾ അച്ഛൻ എഴുതിയിട്ട് ബേറോട് എൻ്റെ കാപ്പിയുടെ എത്രയായിരുന്നു
വിട്ടുപോയി. ചെറിയൊരു പണി തന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ ഒരിക്കൽ ഒരു ചെമ്മാച്ചൻ അവിടെ ഒരു മിമിക്രി പരേഡിലേക്ക് സെലക്ഷന് വേണ്ടി വന്നു. അപ്പൊ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളെങ്ങ് വന്നേ, ഈ ചെമ്മാച്ചൻ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിക്കേ, ആദ്യം അയാൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം കുറച്ച് ശബ്ദങ്ങളൊക്കെ എടുത്തിട്ട് ഒരാട് അങ്ങനെ അതെ. അപ്പൊ ചെമ്മാച്ചൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താണ് ഞാൻ എടുക്കേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആട് ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എൻ്റെ കയ്യിലാക്കിയിട്ട് അച്ഛൻ അവിടെ അച്ഛൻ അങ്ങോട്ട് ഈ ചെമ്മാച്ചൻ, നമ്മുടെ അച്ഛനല്ല ചെമ്മാച്ചൻ വന്നിട്ട് പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായി. ഈ ചുണ്ട് മാത്രം അനങ്ങുന്നുള്ള. അതിനുശേഷം ജീവനുണ്ടായി. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഞങ്ങള് ആരും, ഞാനുണ്ട് മണിയൊക്കെ ഉണ്ട്, ആരും ഞങ്ങള് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ചിരിക്കുന്നുമില്ല, കരയുന്നുമില്ല, നാണിച്ചിട്ടും എന്താ പറയാ, നാണായിട്ടും വയ്യ, കൊതിയായിട്ടും വയ്യ എന്നുള്ള ഒരു അവസ്ഥയിലിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അച്ഛനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ, അച്ഛൻ ചോദിച്ചു എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഇത് ഇത്തിരി കടുപ്പമാണ്, ഒരു രക്ഷയില്ല എന്ന് പറയാം. ഇയാളൊരു കാര്യം ചെയ്, ഇയാളെ പ്രസാദനെ വിളിച്ചൊന്ന് കേൾപ്പിക്കേ, അയാൾ വേണ്ടാന്ന് പറഞ്ഞോളൂ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇത് എന്ത് പരിപാടിയാണ് ചെയ്തത്? ഇത് ഇയാളെ പിടിച്ച് ഇനി അങ്ങോട്ട് കേൾപ്പിച്ചിട്ട് അച്ഛൻ എന്തിനാ വേറൊരാളെ കേൾപ്പിക്കുന്നത്? ഇയാൾ മാത്രം സഹിച്ചാൽ പോരല്ലോ, പ്രസാദം കൂടെ സഹിക്കട്ടെ. തെസ്നി എന്തോ പറയാനായിട്ട്. അച്ഛന് പിന്നെ ഞാൻ സിനിമയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഈ ഡെയ്സി കഴിഞ്ഞപ്പോൾ പിന്നെ ചെറിയ റോളുകളൊക്കെ അല്ലേ അങ്ങനെ വന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു ഹീറോയിനൊന്നും ആയിട്ടല്ലല്ലോ സിനിമയിൽ വന്നത്. അപ്പോൾ ജയറാമേട്ടൻ ആ സമയത്ത് അപരം ചെയ്യുന്നത്. അപ്പോൾ കലാഭവൻ്റെ മതിൽ മുഴുവൻ ജയറാമേട്ടൻ്റെ പോസ്റ്റർ അങ്ങ് നിറഞ്ഞു. അപ്പം അച്ഛനിങ്ങനെ നടന്നു പോകുമ്പോൾ ജയറാമേട്ടൻ എങ്ങനെ കാണുന്നത്, എന്നൊന്നും കാണുന്നില്ല. ഞാൻ അതിന് മുമ്പ് ഇറങ്ങിയതാണല്ലോ സിനിമയിൽ. അപ്പം അച്ഛൻ എന്നെ വിളിച്ചൊരു ദിവസം ഓഫീസ് റൂമിൽ, ആ തോസ്നീകാനോടൊന്ന് വരാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നു. എന്താ അച്ഛൻ വിളിച്ചത്? ഒരു താൻ എന്താടോ കുറേ ആയല്ലോ ഈ സിനിമാ നടി ഇതിൻ്റെ സിനിമയിലൊന്നും തന്നെ കാണുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ, അച്ഛാ ഞാനിങ്ങനെ ചെറിയ ചെറിയ റോളൊക്കെ ആയിട്ട് അഭിനയിക്കുന്നു. ആ ജയറാം അങ്ങനെ അടിച്ചു കയറാണല്ലോ, എന്തോ അയാൾ മുഖമാണല്ലോ ഈ കലാഭാവം മുഴുവനും. അപ്പം ഞാൻ പറഞ്ഞ, അച്ഛാ അത് ജയറാമൻ ഏട്ടൻ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്, പിന്നെ ടാലൻ്റ് ഉണ്ട്. അതുകൂടാതെ പത്മരാജൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു ജയറാമേട്ടന്, അതുകൊണ്ടാണ് എനിക്ക് ഗോഡ് ഫാദർ ഒന്നും ഇല്ല അച്ഛോ എന്ന് പറഞ്ഞു. അതിനല്ലടോ താൻ സിദ്ദീഖ് ലാലിന്റെ ഗോഡ് ഫാദറിൽ അഭിനയിച്ചത്. അല്ലെ, സിനിമയിൽ ഗോഡ് ഫാദർ ഇല്ലെങ്കിൽ സിദ്ദീഖ് ലാലിന്റെ ഗോഡ് ഫാദർ ചെയ്തില്ലല്ലോ, അതാണ് അച്ഛൻ ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് അബേലച്ചൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറു ബുദ്ധി പ്രവർത്തിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ കോളേജിൽ വനിതാ കോളേജിൽ പരിപാടിയാണ്, എറണാകുളത്ത് പരിപാടി. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് അനൗൺസ് ചെയ്ത ആൾ സൈറ്റ് അടിച്ചു. സഹൃദയ സദസ്സിന് നമസ്കാരം എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ സൈറ്റ് അടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളെ ഞാൻ പേര് പറയണില്ല. അപ്പോൾ ഇയാളെ പിടിക്കണം. ഇയാളെ ചോദിച്ചാൽ പറയും ഞാൻ ചെയ്തിട്ടില്ല, ഒരു കാരണം സമ്മതിക്കില്ല. അച്ഛൻ പറഞ്ഞു ഞാൻ സമ്മതിപ്പിക്കാം. അതിൻ്റെ പിറ്റേ ദിവസം എല്ലാവരും വിളിച്ച് നിർത്തി വെച്ചു. ഇവിടെ ഇന്നലെ വനിതാ കോളേജിൽ പരിപാടി കളിച്ചപ്പോൾ ആരോ സൈറ്റ് അടിച്ചു, ഇയാളും കൂടെ വന്നേ. അപ്പോൾ ഇയാൾ വിളിച്ചു. അപ്പോൾ അതാണ് ചോദിച്ചാൽ അയാൾ സമ്മതിക്കില്ല. ഇയാളോട് വന്നേ, എന്താ അച്ചോ ഇന്നലെ വനിതാ കോളേജിൽ വെച്ചൊരു പെണ്ണിന്റെ കയ്യിൽ കയറി പിടിച്ചോ? ഇല്ല ഞാൻ പിടിച്ചിട്ടില്ല. പിന്നെ ഞാൻ സൈറ്റ് അടിച്ചു. അതറിഞ്ഞാ മതി. ഇവിടെ തന്നെ ഉണ്ട്. സഹൃദയ സദസ്സിന് നമസ്കാരം. നമ്മളെല്ലാവരും വിചാരിക്കും അച്ഛൻ ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണല്ലോ. അപ്പോൾ അച്ഛൻ അതിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പ്രതികരിക്കുമെന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് നേരത്തെ അൻസാറ് പറഞ്ഞതാ. ഞങ്ങൾ ഡൽഹിയിലൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇതുപോലെ അച്ഛൻ നമ്മളിന്ന് വിട പറയുന്നതിന് ഒരു 2 മാസം മുമ്പാണ്. അപ്പം അതിനകത്തൊരു ഐറ്റം എന്ന് വെച്ചാൽ ഒരു അച്ഛനായിട്ട് വന്നിട്ട് ഈ വിഷൻ പറയുന്ന ഒരു ഡയലോഗാണ്. അച്ഛോ OPRന്റെ പൈൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സീനാണ്. ലോഹയൊക്കെ മടക്കി ചോദിക്കുന്നത്. അപ്പൊ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഒരാളൊരു പരാതിക്കത്ത് ഷാജുവിന്റെ കൊടുത്തിരിക്കുന്നത്. അത് അച്ഛനാണല്ലോ, സിഎംഎയുടെ അച്ഛനായിട്ട് അച്ഛന്മാരെ അവഹേളിക്കുന്ന രീതിയിൽ എന്താണ് സ്റ്റേജിൽ മിമിക്രി അവതരിപ്പിക്കുന്നത്. അപ്പം എന്നെ കണ്ടോടെ തന്നെ ഷാജുവിനെ ഇത് ലെറ്റർ അങ്ങ് ബാക്കിലോട്ടാക്കി. അപ്പം ഞാൻ എന്താ ഇല്ല പ്രസാദിനെ കാണിക്കാൻ പറ്റില്ല, അച്ഛനെ കാണിക്കും. ഞാൻ പറഞ്ഞു നോക്കട്ടെ, നമ്മളിത് അച്ഛനെ കാണിക്കും. അച്ഛനെ കാണിച്ച് അച്ഛൻ ഐറ്റം കട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു അച്ഛൻ കട്ട് ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചെന്ന് അച്ഛൻ്റെ മുമ്പിൽ ഇത് കൊടുക്കുക. അച്ഛൻ ഇതൊന്ന് വായിച്ചു നോക്കി. അപ്പം അച്ഛൻ ഇത് വായിച്ചു. ഓ അച്ഛന്മാരെ അവഹേളി, ഇത് ആരായി കത്ത് എഴുതിയത്? അപ്പം ഷാജുൻ പറഞ്ഞതൊരു വർഗീസാണ്. ഇയാൾക്കൊരു വിവരമില്ലല്ലോ, ഇതിനേക്കാൾ എന്തൊക്കെ വൃത്തികേടുകൾ അച്ഛന്മാര് കാണിക്കുന്നത്, മക്കളെ നിങ്ങൾ കാണിച്ചു.
അച്ഛൻ അതിനെല്ലാം രസകരമായിട്ടുള്ള മറുപടി പറയും, എല്ലാം ചെയ്യും. ഒരു ഒന്ന് പറയാൻ വന്നപ്പോൾ ഒരു സംഭവം പറഞ്ഞു. ഇപ്പൊ പ്രസാദേട്ടൻ പറഞ്ഞാൽ 2 മാസത്തിന് മുമ്പ് അല്ലേ അദ്ദേഹം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതിന് ആ കാലഘട്ടത്തിൽ ഒരു 5-6 ഞാനൊക്കെ ചെന്ന് ഇപ്പോൾ 5-8 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയല്ലോ. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു തിരുമൽ വൈദ്യം വന്ന അവിടെ തിരുമാൻ 2 ഡെസ്ക് കൂട്ടിയിട്ടിട്ട് കിടക്കുക, അച്ഛനിങ്ങനെ കമിഴ്ന്ന് കിടക്കുക. അപ്പൊ വൈദ്യം വെളുപ്പിന് വരും. നമ്മൾ ചിലപ്പോ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വൈദ്യം വന്നേക്കുമായിരിക്കും. ഒച്ചാക്കാൻ നോക്കുമ്പോ അച്ഛൻ എന്നെ തിരുമണ, അയാളൊന്ന് വേർക്കണം കേട്ടോ, ഊഞ്ഞടിച്ച് തിരുമ. അപ്പൊ പിയൂണായിട്ടൊരു പയ്യനുണ്ടായിരുന്നു അവിടുത്തെ, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കാനുള്ളൊരു പയ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, അതെ വന്നേ വൈദ്യം വന്നു, ആ ഡെസ്ക് കൂട്ടിയിട എന്ന് പറഞ്ഞു. ഡെസ്ക് കൂട്ടിയിട്ടു. വൈദ്യം തിരുമ്മിയപ്പം ഞാൻ തിരുമ്പം ഒരു ഡെസ്ക് വന്നിട്ടേ എന്ന് നടന്ന് കാണിക്കുക. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു പിയൂണിനോട്, ഈ ഡെസ്ക് കിടന്ന് ആടുക, എൻ്റെ നടുവും കിടന്ന് ആടുന്നുണ്ട്, നീ ഒരു ആപ്പ് വയ്ക്കുക അതിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു, ഞാൻ ആപ്പ് വെച്ചോ, അത് നീ ഒരു 6-7 കൊല്ലമായിട്ട് വെക്കുമെന്ന് എനിക്കറിയാം, അതല്ല ഈ ഡെസ്കിൻ്റെ അടിയിലൊരു പൂള് വയ്ക്കണ്ട. അതൊക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിക്കണം. നമ്മൾ ഈ ഇരിക്കുന്ന ഇത്രയും പേര് ഒരു വ്യക്തിയെ കുറിച്ച് ഇത്രയും പറയുമ്പോഴും അദ്ദേഹത്തിന്റെ സ്വരം ഇമിറ്റേറ്റ് ചെയ്താണ് നമ്മൾ പറയണത്. ഇത് വേറെ വ്യക്തിക്ക് കിട്ടൂല കേട്ടോ, തീർച്ചയായിട്ടും. ഇത് ദൈവത്തിന്റെ ഒരു കാരുണ്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ആബേലച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നർമ്മം വിളമ്പുകയും നമ്മൾ പറയുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ രൂപത്തിലല്ല പറയണേ. എന്നാ കണ്ടോ, അത് കിട്ടുമോ ആർക്കെങ്കിലും? സിനിമ സ്റ്റാർ കേട്ട പറഞ്ഞല്ലോ അച്ഛൻ. ഓക്കെ, ഇയാടെ വയ്യാവേലി എന്ന് പറഞ്ഞ വടിവേലുവിനാണ് വയ്യാവേലി എന്ന് പറഞ്ഞത്. അപ്പൊ വടിവേലി എന്ന് പറ. അപ്പൊ സിനിമത്തിന്റെ വടിവേലി ഒന്ന് കേൾക്കാം എന്തായാലും അല്ലേ. கிளம்பிட்டு வேணா வலிக்குது இன்னும் நாட்டு சாரை கடை ஆரவி களவால களவாமா கொடுங்க போவோம் என்ன എനിക്ക് ഒരു കാര്യം അച്ഛനെ കുറിച്ച് പറയാനുള്ളത് മറ്റൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ട്രൂപ്പുമായിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ ഇപ്പോഴും ആർട്ടിസ്റ്റുകൾ വന്ന് മിക്കവാറും ആഴ്ചയിൽ ഒരു 5-8 പേരെങ്കിലും വിളിക്കും ട്രൂപ്പിലേക്ക് ചാൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും. ഒന്ന് വാ എന്ന് പറയും, എൻ്റെ അവരെ ഇൻ്റർവ്യൂ. അപ്പോൾ എൻ്റെ ട്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകൾ ചോദിക്കാറുണ്ട്, മുരളിയും ഉണ്ണിയൊക്കെ ചോദിക്കും, മാനസിയൊക്കെ, എന്തിനാ ചേട്ടാ നമുക്ക് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അവരെ വിളിച്ചിട്ട്? ഞാൻ പറഞ്ഞു അവരിങ്ങോട്ട് വരിക. അപ്പോഴാണ് എന്തിനാ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, നമുക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, കാരണം അച്ഛൻ കലാഭവനിൽ വരുന്ന ഓരോ വിദ്യാർത്ഥിയും, അത് മിമിക്രി ആയാലും പാട്ടായാലും, അവരൊക്കെ മുമ്പിൽ അച്ഛന് 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇരുന്ന് കൊടുക്കും. കട്ടപ്പനയെന്നായിരിക്കും വരുന്നിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ നമുക്ക് ട്രൂപ്പിൽ ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അച്ഛൻ എന്നോട് പറയാറുള്ളൊരു മറുപടിയുണ്ട്, അവർ 5-6 വർഷങ്ങളായിട്ട് 10 വർഷങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും കലാഭവനിലൊന്ന് വരിക, ഒരു പ്രോഗ്രാം നടത്തുക, അല്ലെങ്കിൽ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് അച്ഛൻ തുറന്ന് പറയാറില്ല, ഇതിലൊരു പരിപാടി അവതരിപ്പിക്കുക എന്നുള്ള അവരുടെ ആഗ്രഹം. ഞാൻ അവിടെ ചിലപ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഇവരെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സിനകത്തുള്ള വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വേദനയാണ്. അപ്പോൾ അവർക്ക് ഒരു നിമിഷമെങ്കിലും എൻ്റെ മുമ്പിലെങ്കിലും അവതരിപ്പിക്കാൻ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ, എന്നിട്ട് അച്ഛൻ പറയും നന്നായിട്ടില്ല, കുറച്ചുകൂടി നന്നാക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിടും. അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഒരുപാട് സമയം ഇങ്ങനെ ചാൻസ് ചോദിച്ച് വന്നവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ട്രൂപ്പിൽ ആര് വരുന്നു എന്ന് പറഞ്ഞാലും എനിക്ക് ആവശ്യമില്ലെങ്കിലും ഞാൻ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ അവരുടെ മുമ്പിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്ന് കൊടുക്കാം. തീർച്ചയായിട്ടും ഇത് ഒരു വലിയ പാഠം തന്നെയാണ്. കാര്യം അച്ഛൻ പറഞ്ഞത്, നമ്മൾ ഇന്ന് ജാഫർക്ക പറഞ്ഞ പോലെ ഇത്രയും നേരം കുറിച്ച് നമ്മൾ അച്ഛനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം അച്ഛൻ ആരെയും അവഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും കലാഭവന്റെ ഈ ചിരിക്കിടയിൽ, കലാഭവന്റെ കുടുംബാംഗങ്ങളുടെ ചിരിക്കിടയിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ നൗഷാക്ക? ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ അവരെ എല്ലാം നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി സ്മരിക്കുകയാണ്. അവരിന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ മണിച്ചേട്ടനൊക്കെ നാടൻപാട്ട് പാടി ഇവിടെ ഒരു ഓട്ടം, ഈ കോട്ടൊന്നും പോരാ, ഒരു വലിയ കോട്ട് തന്നെ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ആബേലച്ചന്റെ കഥകൾ എന്ന് പറയുമ്പോൾ ഈ കഥകൾ 1 മണിക്കൂർ കൊണ്ടോ 1 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ തീരുന്നതല്ല, കൊല്ലം തരുവാണെങ്കിലും തീരില്ല. ഒരുപാട് കഥകൾ അങ്ങനെ പറയാനുണ്ട്. ഏതായാലും എല്ലാവർക്കും തിരക്കാണ് ഇവിടെ ഇരിക്കുന്ന, അതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ ഇതിൽ എത്താൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തിരക്കുണ്ട്. ഇപ്പോൾ അൻസാർക്ക് ആണെങ്കിൽ പുതിയ എല്ലാ പടങ്ങളും അൻസാർക്ക് ഉണ്ട്, ജാഫർക്ക് ഉണ്ട്, ഹണീബി ഉണ്ട്. ഓക്കെ, അതുപോലെ ജാഫർക്ക് മകേഷിന്റെ പ്രതികാരം കഴിഞ്ഞതിന് ശേഷം ജാഫർക്ക് പടങ്ങളുടെ കൂമ്പാരമാണ്. ടെസ്റ്റിക്ക് ഇപ്പോൾ നിന്ന് തിരിയാൻ ഇടയിൽ ഇഷ്ടം പോലെ പടങ്ങൾ, അതുപോലെ സിനാജ് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ നമ്മുടെ പ്രസാദേട്ടൻ പ്രോഗ്രാമും ഇഷ്ടം പോലെ ഉണ്ട്. റഹ്മാനിക്ക
ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം പടങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു വെയിറ്റ് ഉണ്ട്. നാരായണൻകുട്ടി ചേട്ടനുണ്ട്, അതുപോലെ ഹനീഫിക്ക, അതുപോലെ നമ്മുടെ നൗഷാദക്ക, ജിമ്മി ചേട്ടൻ, എല്ലാവർക്കും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. എല്ലാം നിമിത്തം എന്ന് പറയുന്നത് കലാഭവനാണ്. കലാഭവൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആബേലച്ചൻ തന്നെയാണ്. ഏതായാലും ഈ അവസാന നിമിഷം നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി, കാര്യം ക്രിസ്മസ് ആണ് ഇന്ന്, ഒരു അടിച്ചുപൊളി പാട്ടോടുകൂടി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ അടിച്ചുപൊളിക്കുന്ന അടിച്ചുപൊളി പാട്ട് തന്നെ വേണം നമുക്ക്. കാരണം ആബേലച്ചൻ നമ്മെ വിട്ട് പിരിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ കലാഭവൻ ഞാൻ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ ചരമദിനം എങ്ങനെ ആഘോഷിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സിനിമാറ്റിക് ഡാൻസും പാട്ടും എല്ലാം കൂടെ വെക്കാം. അപ്പോൾ പലരും അതിനെ എതിർത്തു. ഈ ചരമദിനം നമ്മൾ അങ്ങനെ അല്ലല്ലോ ശരിക്കും. ഞാൻ പറഞ്ഞില്ല, ആബേലച്ചൻ എനിക്കറിയാം. ആബേലച്ചൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ദുഃഖിച്ചിരിക്കുന്നത് കാണാനല്ല. ആബേലച്ചൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അടിച്ചു പൊളിക്കാനാണ് ആബേലച്ചൻ ആഗ്രഹിക്കുന്നത്.